ഗുഡ് ഈവനിങ്. മാറ്റിനി ഫിലിമിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ മ്യൂസിക് തെറാപ്പി പാട്ടുവിശേഷത്തിന്റെ ഓരോ നിലകളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. പാട്ടുകൾ പഠിക്കാനും പാട്ടുകാരെ ഓർമ്മിക്കാനും ഒക്കെ ഉള്ള വലിയ അനുഭവം. അതോടൊപ്പം മ്യൂസിക് തെറാപ്പി അല്ലെങ്കിൽ മ്യൂസിക്കോളജിയുടെ ഭാഗമായി ജോസഫ് ജോൺ സാർ നമുക്ക് നൽകുന്ന പാഠങ്ങൾ. ഇന്ന് സാർ ബയോ മ്യൂസിക്കോളജി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ രണ്ടാമത്തെ ക്ലാസ് ആയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ MG രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അനശ്വര കവി മ്യൂസിക് ഡയറക്ടറുടെ ആ ഓർമ്മയും അദ്ദേഹത്തിന്റെ മരണവും അതുപോലെ തന്നെ ജനനവും ഈ മാസം തന്നെയായിരുന്നു. അപ്പൊ അതേം കൂടെ ആ വ്യക്തിയും കൂടെ നമുക്ക് ഓർമ്മിച്ച് അനേകം പാട്ടുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതുകൂടെ കേട്ട് നമുക്ക് കൂടുതൽ സന്തോഷകരമായി യാത്ര ചെയ്യാം ജോസഫ് ജോൺ സാറിനൂടെ. സോ എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ജോസഫ് സാറിനെ. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സർവീസിന്റെ മാറ്റിനി വെബിനാറിന്റെ സാരഥി അവതരണം സാധിച്ചു. അനുഗ്രഹമായിട്ടുള്ള എല്ലാ ഗുരുസ്ഥാനികൾക്കും സുഹൃത്തുക്കൾക്കും പാട്ടുകാർക്കും പാട്ടിനെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്കും ഒക്കെ സ്വാഗതം, നമസ്കാരം. ബയോ മ്യൂസിക്കോളജി. മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് പല ഗുണങ്ങളും ഉണ്ടാകും. മ്യൂസിക് ഈസ് എ പവർഫുൾ ഹീലിംഗ് ഏജന്റ്. അതാണ് മ്യൂസിക് തെറാപ്പിയിൽ പ്രയോഗവൽക്കരിക്കുന്നത്. ആ ഒരു ഗുണമാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ബയോ മ്യൂസിക്കോളജിയുടെ ആദ്യത്തെ സെഷനാണ് കഴിഞ്ഞത്. ബയോളജി ഓഫ് മ്യൂസിക്. മ്യൂസിക് മനുഷ്യ ശരീരത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബയോളജി ബിഹൈൻഡ് ദാറ്റ് ദർ ഇസ് എ ബയോളജി. അതെന്താണെന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ സെഷനിൽ മ്യൂസിക് ഈസ് ഹൈലി ടൈഡ് ടു ഇമോഷൻസ്, ലിംബിക് സിസ്റ്റത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു, അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ സെഷനിൽ ചർച്ച ചെയ്യുന്നത്. മ്യൂസിക് ഗ്രഹിക്കുന്നതും പഠിക്കുന്നതും നമ്മൾ എൻജോയ് ചെയ്യുന്നതും ഒക്കെ എന്തുകൊണ്ടാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ലെസണിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിലെ ചർച്ചാ വിഷയം. ഇന്ന് അതിൻ്റെ തുടർച്ചയായി മ്യൂസിക് റിക്രൂട്ട്സ് ദ റിവാർഡ് സിസ്റ്റം, അതേക്കുറിച്ച് സംസാരിക്കുമെന്നാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. എന്താണ് റിവാർഡ് സിസ്റ്റം? ആർക്കെങ്കിലും ഒന്ന് പറയാം. റിവാർഡ് സിസ്റ്റം ബ്രെയിനിലെ ഒരു സിസ്റ്റമാണ് റിവാർഡ് സിസ്റ്റം. ബ്രെയിനിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലേ, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ തിരിച്ചുവിടുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം അതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. ഗുണങ്ങൾ ഒത്തിരിയാണ്. ഗുണങ്ങളുടെ പുറകെ മനുഷ്യൻ പോകാൻ ചിലപ്പോഴൊക്കെ പഠിക്കും, ദോഷത്തിൻ്റെ പുറകെ പോകാറുണ്ട്. റിവാർഡ് ഈസ് എ സ്റ്റിമുലസ് ദാറ്റ് ഡ്രൈവ്സ് ആൻ അപ്പറ്റൈറ്റ് ടു ഓൾട്ടർ ബിഹേവിയർ. നമ്മുടെ സ്വഭാവത്തെ മാറ്റിമറിക്കാനായിട്ട് ഹെൽപ്പുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് സ്വഭാവത്തെ മാറ്റിമറിക്കാൻ അത് റിവാർഡ് സിസ്റ്റം പ്രേരകമാകുന്നത്? എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളതിനെ പിന്തുടരാനാണ്, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്നതിന്, നമുക്ക് പ്ലഷർ തരുന്നതിന് പിന്തുടരാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. The reward system is one of the most important systems in the brain. മസ്തിഷ്കത്തിലെ പ്രധാനപ്പെട്ട സിസ്റ്റങ്ങളിൽ ഒന്നാണ് റിവാർഡ് സിസ്റ്റം. അത് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഫങ്ഷൻ ഓഫ് റിവാർഡ് സിസ്റ്റം വി ആർ ഡ്രിവൺ ടു ടേസ്റ്റി ഫുഡ്, ലവിങ് ടച്ച്, സെക്ഷൽ ഡിസയർ, ആൽക്കഹോൾ, ഡ്രഗ്സ്, ഫോണോഗ്രാഫി, ചോക്ലേറ്റ്. അപ്പോൾ ഈ റിവാർഡ് സിസ്റ്റത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്, റിവാർഡ് സിസ്റ്റത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളിലേക്കൊക്കെ തിരിയുന്നത്. നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് അത്. അപ്പോൾ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് അത് പോകും.
അത് നമ്മുടെ സ്വഭാവത്തെ നന്നാക്കുന്നുണ്ടോ ചീത്തയുണ്ടാക്കുന്നോ എന്ന് അതിന് ചിന്തിക്കാനുള്ള കഴിവില്ല. നമുക്കറിയാം സബ് കോൺഷ്യസ് മൈൻഡ് അതുപോലെ തന്നെയാണ്. എല്ലാം പോസിറ്റീവായിട്ടുള്ളത് മാത്രമേ അതിന് മനസ്സിലാകൂ. പാടില്ല, വേണ്ട, അങ്ങനെയുള്ള നെഗറ്റീവ് സജഷൻസ് ഉൾക്കൊള്ളാൻ ആ പാവം വലിയ ശക്തനാണ്, വലിയ കരുത്തനാണ്, ബ്രഹ്മാണ്ഡം പോലെ ഉണ്ടെങ്കിലും അതിന് സാധിക്കും. അതുകൊണ്ടാണ് ഈ റിവാർഡ് സിസ്റ്റത്തെ നമ്മൾ വളരെ പ്രത്യേകതയോടുകൂടി സൂക്ഷിച്ച് അല്ലെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത്. കാരണം സന്തോഷം തേടി നമ്മൾ ചെയ്യുമ്പോൾ, സന്തോഷത്തിന് വേണ്ടി മാത്രം പ്ലഷർ സീക്കിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അത് നല്ലതിനുമാകാം. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഡ്രഗ്സിലേക്കും ചോക്ലേറ്റ്, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഇതിലൊക്കെ പോകാം. ഇവിടെ നമ്മുടെ ചർച്ചാ വിഷയം സന്തോഷം തരുന്ന ഒരു റിവാർഡ് സിസ്റ്റത്തെ കുറിച്ചാണ്. അത് മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുന്നു. അതിന് നമുക്ക് പ്ലഷർ തരുന്നു. പ്ലഷറിന്റെ അടിസ്ഥാനം ഒക്കെ നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അത് ഒരു പ്രതീക്ഷ ഇങ്ങനെ വരും. അപ്പോൾ ആ പ്രതീക്ഷ വരുമ്പോൾ നമുക്ക് സന്തോഷം അല്ലെ. ഒരു പാട്ടിന്റെ ലൈൻ അല്ലെങ്കിൽ ട്യൂൺ ഇങ്ങനെ വരാം. അത് നമ്മുടെ ആ ചിന്തയും ആയിട്ട് താതാത്മ്യം പ്രാപിച്ചു വരുമ്പോൾ നമുക്കൊരു റിവാർഡ് കിട്ടുന്നു, ഇൻസെന്റീവ് കിട്ടും, സന്തോഷിക്കും. അതുപോലെ തന്നെ പെട്ടെന്നൊരു സർപ്രൈസ് വരുമ്പോൾ, മ്യൂസിക്കിൽ ഒരു സർപ്രൈസ് വരുമ്പോഴും ത്രില്ലസ്, അത് നമ്മളെ ത്രില്ലടിക്കും. അങ്ങനെയാണ് മ്യൂസിക് എൻജോയ് ചെയ്യാൻ പറ്റുക. മ്യൂസിക് ഹാവിങ് പോസിറ്റീവ് വൈബുള്ള മ്യൂസിക്കുകളാണ് കേട്ടോ. റിസൾട്ട്സ് ഇൻ ആക്ടിവേഷൻ ഓഫ് ദി റിവാർഡ് സിസ്റ്റം. അങ്ങനെയുള്ള മ്യൂസിക്, പോസിറ്റീവ് വൈബ്സ് തരുന്ന മ്യൂസിക് നമ്മുടെ റിവാർഡ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് അക്കമ്പനിഡ് ബൈ മോഡുലേഷൻ ഓഫ് സൈക്കോ ഫിസിയോളജിക്കൽ മെഷേഴ്സ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുക? നമ്മുടെ സൈക്കോ ഫിസിയോളജിക്കൽ മെഷേഴ്സ് ഉണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെ ക്രമീകരിക്കപ്പെടുന്നു, മോഡുലേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ സ്വരത്തിന് അനുസരണമായിട്ട് പ്രതികരിക്കുന്നു. അപ്പോഴാണ് നമുക്ക് റിവാർഡ് കിട്ടുക. എൻഹാൻസ്മെന്റ് ഓഫ് ഫങ്ഷണൽ ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ റിവാർഡ് സിസ്റ്റം ആൻഡ് ഓഡിറ്ററി കോർട്ടിക്കൽ നെറ്റ്വർക്ക്സ് is also observed as a function of the value assigned to music by the listener. ഇവിടെ പാട്ട് കേൾക്കുന്നത് നമുക്കറിയാം. എങ്ങനെയാണ് പാട്ട് കേൾക്കുക? പാട്ട് കേൾക്കുന്ന ബയോളജി എന്താണ്? ബയോളജി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് ഇറ്റ് ഈസ് ഓഡിറ്ററി സിസ്റ്റം അല്ലെ. ഓഡിറ്ററി സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഇയേഴ്സ്? ഓഡിറ്ററി സിസ്റ്റം എന്താണ് ചെയ്യുക? ശബ്ദത്തെ ഓഡിറ്ററി സിസ്റ്റം പെർസീവ് ചെയ്യും, സ്വീകരിക്കുന്നു, ഡിറ്റക്ട് ചെയ്യുകയും പെർസീവ് ചെയ്യുകയും ചെയ്യുന്നു. ശബ്ദത്തെ സൗണ്ടിനെ ഡിറ്റക്ട് ചെയ്യുന്നു, പെർസീവ് ചെയ്യുന്നു. അതാണ് ഓഡിറ്ററി സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ സെൻസറി സിസ്റ്റം ഫോർ ദി സെൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയും. ഓഡിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെൻസറി സിസ്റ്റം ഫോർ ദി സെൻസ് ഓഫ് ഹിയറിംഗിന് വേണ്ടിയുള്ള സിസ്റ്റമാണ്. അതിലെന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയാം. നേരത്തെ ഒന്നും സൂചിപ്പിച്ചപ്പോഴാണ് ഇയർ, ദെൻ ഓഡിറ്ററി പാർട്ട്, ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ, ഓഡിറ്ററി നെറ്റ്വർക്ക്. ഇതാണ് അതിൻ്റെ ഘടനകൾ. നമ്മളതിലേക്ക് കൂടുതൽ പോകുന്നില്ല. നമ്മുടെ വിഷയം മ്യൂസിക്കാണ്. അപ്പോൾ ഓഡിറ്ററി സിസ്റ്റം ഈ ശബ്ദത്തെ ഡിറ്റക്ട് ചെയ്യുകയും പെർസീവ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതും അത് ഈ റിവാർഡ് സിസ്റ്റവുമായി ഒരു ബന്ധം പുലർത്തുകയും ചെയ്യുമ്പോഴാണ് മ്യൂസിക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇതില് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മ്യൂസിക്കിനെ നമ്മൾ എത്രമാത്രം വാല്യൂ ചെയ്യുന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മ്യൂസിക്കിനെ ഇതെന്ത് എന്നുള്ള രീതിയിൽ നമ്മൾ കളയുകയാണെങ്കിൽ, അല്ലെങ്കിൽ
ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ അത് അത്ര ഫങ്ഷൻ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ശ്രോതാവ് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ശ്രോതാവ് അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നയാൾ അതിന് കൊടുക്കുന്ന മൂല്യമനുസരിച്ചായിരിക്കും അതിൻ്റെ ആസ്വാദന ക്ഷമതയും വരുന്നത് എന്നാണ് പറയുന്നത്. ഇതെത്ര മനോഹരമാണ് എന്ന് ഉള്ളൊരു ചിന്തയിൽ നമുക്കതിനെ എടുക്കാം. അല്ലെങ്കിൽ ഇതെന്തിന് നല്ല രീതിയിൽ എടുക്കാം. പാട്ടോ ഇതൊക്കെ സമയകൊല്ലിയല്ലേ, അതുകൊണ്ട് ഇത് പ്രയോജനം. ആ ഒരു ചിന്തയിൽ എടുത്ത് വന്നു കഴിഞ്ഞാൽ അതിന് വലിയ വാല്യൂ ഉണ്ടാവില്ല. ദീസ് ഇന്ററാക്ഷൻസ്, എന്താണ് ഇന്ററാക്ഷൻ? എന്തിൻ്റെ? ഓഡിറ്ററി സിസ്റ്റത്തിൻ്റെയും റിവാർഡിംഗ് സിസ്റ്റത്തിൻ്റെയും ഇന്ററാക്ഷൻസ് ആർ പ്രൊപ്പോസ് ടു ബി സെൻട്രൽ ടു എക്സ്പീരിയൻസിങ് പ്ലഷർ. അതാണ് അതിൻ്റെ കേന്ദ്രബിന്ദു. ഈ രണ്ട് സിസ്റ്റത്തിൻ്റെയും ഇന്ററാക്ഷൻസ് ആണ് ഈ പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്. ഓക്കെ, പീപ്പിൾ ഹു ഡു നോട്ട് എക്സ്പീരിയൻസ്, ചിലർ പറയും എനിക്ക് പാട്ട് താല്പര്യമില്ല, അത് കേട്ടിട്ട് ആ രീതിയിൽ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു ബയോളജിക്കൽ റീസൺ ഉണ്ടെന്നാണ് പറയുക. പീപ്പിൾ ഹു ഡു നോട്ട് എക്സ്പീരിയൻസ് പ്ലഷർ ടു മ്യൂസിക് ഷോസ് എ റിഡക്ഷൻ ഇൻ ദി ഫങ്ഷണൽ കപ്ലിംഗ് ആൻഡ് അനാറ്റമിക്കൽ കണക്ടിവിറ്റി ബിറ്റ്വീൻ റിവാർഡ് സിസ്റ്റം ആൻഡ് ഓഡിറ്ററി സിസ്റ്റം. ഈ ഓഡിറ്ററി സിസ്റ്റവും റിവാർഡ് സിസ്റ്റവും തമ്മിലൊരു ഇതാണ് ആരോഗ്യപരമായ ഒരു കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പറയുന്നത്. റിഡക്ഷൻ ഇൻ ദി ഫങ്ഷണൽ കപ്ലിംഗ്, അല്ലെ, ഫങ്ഷണൽ പ്രവർത്തനാത്മകമായ ഒരു സംയോജനമുണ്ട്. ഇത് രണ്ടും കപ്പിൾ ചെയ്യാൻ, കപ്ലിംഗ്, ഫങ്ഷണൽ കപ്ലിംഗ് അത് ശരിക്കും നടക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അനാറ്റമിക്കൽ എന്ന് പറഞ്ഞാൽ ഘടനപരമായ അല്ലെങ്കിൽ ശരീരശാസ്ത്രപരമായ കണക്ടിവിറ്റി ബിറ്റ്വീൻ റിവാർഡിംഗ് സിസ്റ്റം ഓഡിറ്ററി സിസ്റ്റത്തിൽ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. ഓക്കെ, subjective liking responses to music can be modulated up or down by stimulation of reward pathways. Reward pathways എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂറോൺ പാത്വേസ് ആണ്, കണക്ടിവിറ്റിയാണ്. അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിൽ അത് ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യാമെന്ന് പറയുന്നത്. ക്യാൻ ബി മോഡുലേറ്റഡ്, ക്രമീകരിക്കാം, മോഡുലേറ്റഡ് അപ്പ് ഓർ ഡൗൺ ബൈ സ്റ്റിമുലേഷൻ ഓഫ് റിവാർഡ് പാത്വേസ്. റിവാർഡ് പാത്വേസ് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് അതിനുള്ള ഇഷ്ടത്തെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എന്ന് പറയുന്നു. ഇതൊക്കെ ബേസ്ഡ് ഓൺ ഫങ്ഷണൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓഡിറ്ററി ആൻഡ് റിവാർഡ് സിസ്റ്റം. ഈ ഒരു പോയിന്റ് ഓർത്തിരുന്നാൽ മതി. ഓഡിറ്ററി സിസ്റ്റവും റിവാർഡ് സിസ്റ്റവും തമ്മിലുള്ള ഒരു ഫങ്ഷണൽ ഇന്ററാക്ഷൻ ആണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇപ്പോ പ്ലഷർ ഹോർമോൺ നമുക്കറിയാം ഏതാണ്? ഡോപ്പാമിൻ ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്നു എന്ന് പറയാം. ഡോപ്പാമിൻ മേ പ്ലേ ആൻ എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് റോൾ in mediating hedonic responses to abstract stimuli such as music compared to biologically determined rewards. നമുക്ക് ഈ സന്തോഷം അല്ലെ പ്ലഷർ, അബ്സ്ട്രാക്ട് സ്റ്റിമുലൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു രൂപമില്ലാത്ത അല്ലെങ്കിൽ അമൂർത്തമായ, രൂപമില്ലാത്ത മ്യൂസിക് അങ്ങനെ ഒരു സ്റ്റിമുലൈയാണ്. അതിനെ നമുക്ക് രൂപം കാണിക്കാൻ പറ്റില്ല, അല്ലേ? അല്ലാതെയുള്ള ബയോളജിക്കൽ സ്റ്റിമുലൈ എന്താണ്? ഹഗ്ഗിങ് അല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ പ്രണയം, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമുക്ക് പ്ലഷർ കിട്ടുന്നത്. ഇവിടെ സംഗീതം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്റ്റിമുലൈ അല്ല, ഇറ്റ്സ് ആൻ അബ്സ്ട്രാക്ട് സ്റ്റിമുലൈ. അങ്ങനെയുള്ള ഹിഡോണിക് റെസ്പോൺസസ്, സുഖദായകമായ അല്ലെങ്കിൽ സന്തോഷം തരുന്ന റെസ്പോൺസസ് തരുന്നത്, അതിനൊക്കെ ഡോപ്പാമിൻ ഒരു പ്രധാന റോൾ വഹിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പെർസെപ്ഷൻ ഓഫ് അബ്സ്ട്രാക്ട് ടോണൽ പാറ്റേൺസ്, അതാണ് ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം തന്നെ. പെർസെപ്ഷൻ ഓഫ് ടോണൽ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദത്തിന്റെ പല അല്ലെങ്കിൽ ടോണിന്റെ പല രൂപങ്ങൾ അല്ലെങ്കിൽ ഭാവങ്ങൾ, അതൊക്കെയാണല്ലോ സംഗീതത്തിൽ ഉപയോഗിക്കുക. അതിനെ ഗ്രഹിക്കുന്നത് ലീഡ് ടു ദ പ്ലഷർ വി എക്സ്പീരിയൻസ് ഫ്രം ടോണൽ സൗണ്ട്സ്.
perception of abstract tonal patterns, അല്ലെങ്കിൽ music, that is music, lead to the pleasure we experience from tonal sounds. ശബ്ദങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, ഇതാണ് ഹെഡോണിക് എക്സ്പീരിയൻസ്. ഓക്കെ, ദി ഓഡിറ്ററി കോർട്ടെക്സ്, കോർട്ടെക്സ് എന്ന് പറഞ്ഞത് മസ്തിഷ്ക ആവരണമാണ് കോർട്ടെക്സ്. ദി ഓഡിറ്ററി കോർട്ടെക്സ് ആൻഡ് ഇറ്റ്സ് വെൻട്രൽ സ്ട്രീം കണക്ഷൻസ് എൻകോഡ് അക്കോസ്റ്റൽ ഫീച്ചേഴ്സ് ആൻഡ് ദെയർ റിലേഷൻഷിപ്സ്. അക്കോസ്റ്റൽ ശബ്ദ അല്ലെങ്കിൽ ശ്രവണ തരമായിട്ടുള്ള ഓഡിറ്ററി കോർട്ടെക്സ് ആൻഡ് ഇറ്റ്സ് വെൻട്രൽ സ്ട്രീം കണക്ഷൻസ് എൻകോഡ്. എൻകോഡ് മീൻസ് കോഡ് ചെയ്യുക, ഒരു ഇതിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മാറ്റുക. അക്കോസ്റ്റൽ ഫീച്ചേഴ്സ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ്, കേൾക്കുന്ന ശബ്ദത്തെ നമുക്ക് സ്വീകാര്യമായ രീതിയിലേക്ക് എൻകോഡ് ചെയ്യുന്നു. മെയിൻറ്റെയിൻ ദം ഇൻ വർക്കിംഗ് മെമ്മറി, എന്നിട്ട് അവയെ വർക്കിംഗ് മെമ്മറിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻഡ് ഫോം ഇന്റേണൽ റെപ്രസെൻറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിക്കൽ പാറ്റേൺസ്. അത് അവിടെ ഒരു സ്റ്റാറ്റിക്കൽ പാറ്റേൺസ് ഒക്കെ രൂപപ്പെട്ടു വരുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ സന്തോഷം കിട്ടുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പൊ സന്തോഷത്തിന്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞു പ്രഡിക്ഷൻ. പ്രഡിക്ഷൻ ശരിയാകുമ്പോഴോ അല്ലെങ്കിൽ പ്രഡിക്ഷനിൽ ഒരു സർപ്രൈസ് വരുമ്പോഴോ ഒക്കെയാണ് അത് കിട്ടുക. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ വരുന്നു, അല്ലെങ്കിൽ ഞാൻ ആ പാട്ട് എങ്ങനെ വരും, അല്ലെങ്കിൽ ആ മ്യൂസിക്കിന്റെ അടുത്ത സ്റ്റെപ്പ് ഇതാണ് എന്നൊക്കെയുള്ള ഒരു എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ചെയ്യപ്പെടുമ്പോഴാണ് സന്തോഷം വരുന്നതെന്ന് പറയും. സമയം These predictive processes play a central role in creating expectancies about musical events that are transmitted to the dopaminergic reward system. Dopaminergic reward system. അവിടെ ഡോപ്പാമിൻ ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട് ഇത് നമ്മുടെ ഈ പ്രതീക്ഷകളൊക്കെ അങ്ങോട്ട് കണക്ട് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാണ് നമുക്ക് ഒരു ഹിഡോണിക് റെസ്പോൺസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് അക്കോർഡിംഗ് ടു ഹൗ വെൽ ആൻഡ് ഇവൻ ഫിറ്റ്സ് വിത്ത് പ്രഡിക്ഷൻസ്. നമ്മുടെ പ്രഡിക്ഷൻസ് അനുസരിച്ചാണോ ആ പാട്ട്, നമ്മുടെ പ്രഡിക്ഷൻസിനെ എന്താണ് ഒരു ത്രില്ലടിപ്പിക്കുന്ന രീതിയിലാണോ ആ പാട്ട് എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്താണ് നമുക്ക് സന്തോഷം, പ്ലഷർ അനുഭവിക്കാൻ സാധിക്കുന്നത് എന്ന് ഈ ബയോളജി പറയുന്നു. ദീസ് റെസ്പോൺസസ് ആർ ലിങ്ക്ഡ് to the balance between predictability and surprise in musical patterns. Predictability, what is predictability? Predict ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ എന്താ സാറേ predictability, മുൻകൂട്ടി പറയുക അല്ലെ, മുൻകൂട്ടി കാണുക അല്ലെങ്കിൽ മുൻകൂട്ടി ചിന്തിക്കുക. അതിനെ ബേസ് ചെയ്തും സർപ്രൈസിനെ ബേസ് ചെയ്തുമാണ് സംഗീതത്തിന്റെ മ്യൂസിക്കൽ പാറ്റേൺസ് പോകുന്നു എന്ന് പറയുന്നത്. Perception of interaction between perception and reward system is also related to movement and vocal cues, social factors, musical preference, and emotion and regulation. സംഗീതത്തില് ഡിസ്റപ്ഷൻ ഓഫ് ഇന്ററാക്ഷൻ അതിൽ ഉണ്ടാകുമ്പോൾ എന്താണ് വരിക? പെർസെപ്ഷനും റിവാർഡ് സിസ്റ്റവും ഡിസ്റപ്റ്റഡ് ആകുമ്പോൾ കാരണം എന്താണ്? അല്ലെങ്കിൽ നേരെ തിരിച്ചു അതാണ് സന്തോഷം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകാതിരിക്കുന്നത്. ഇതിനൊക്കെ ബേസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടെന്നാണ് പറയാം. ഈസ് റിലേറ്റഡ് ടു മൂവ്മെന്റ് ആൻഡ് വോക്കൽ ക്യൂസ്. വോക്കൽ ശബ്ദത്തിൽ വരുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരുന്ന ഒരു ഇതാണ് ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാം, വോക്കൽ ക്യൂസ്. നമ്മളൊരു ഉദ്ദേശിക്കുന്ന രീതിയിൽ വരിക അല്ലെ, വോക്കൽ ക്യൂസ്. സൂചനകൾ എന്നായിരിക്കും പറയുക മലയാളത്തിൽ. സോഷ്യൽ ഫാക്ടർ, ഇതെല്ലാം ഘടകമാണ്. മൂവ്മെന്റ് ഉണ്ട്, ദെൻ വോക്കൽ ക്യൂസ് ഉണ്ട്, ദെൻ സോഷ്യൽ ഫാക്ടർ. എങ്ങനെയാണ് സോഷ്യൽ ഫാക്ടർ മ്യൂസിക്കിന്റെ മ്യൂസിക് ഇതിലേക്ക് മ്യൂസിക് ആസ്വദിക്കുന്നതിൽ ഘടകമാകുക? സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, നമുക്കറിയാം. അത് ഏത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നാടൻ പാട്ട് കേൾക്കും അല്ലെ, അതിൻ്റെ ഒരു സോഷ്യൽ ഫാക്ടറാണ്. വയലിലെ പാട്ട്, വയല് കൃഷിയിടങ്ങളിലെ പാട്ട്, അതിനൊരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എന്നൊക്കെ പറഞ്ഞ പോലെ സോഷ്യൽ ഫാക്ടേഴ്സ്. ഒരു വലിയൊരു സെലിബ്രിറ്റിയുടെ ആണെങ്കിൽ
അതൊരു അനദർ സോഷ്യൽ ഫാക്ടർ അല്ലേ? അപ്പൊ അങ്ങനെ സോഷ്യൽ ഫാക്ടേഴ്സ് ഈ സംഗീത ആസ്വാദനത്തെ ബാധിക്കുന്നു. ആദ്യം പറഞ്ഞു ചലനം ബാധിക്കുന്നുണ്ട്, വോക്കൽ ക്യൂസ്, ശബ്ദം എങ്ങനെ വരുന്നു, ഇങ്ങനെ വരാതിരിക്കാൻ അതിൽ വരുന്ന സർപ്രൈസ്, അതുപോലെ തന്നെ അതിൽ വരുന്ന പ്രതീക്ഷയുടെ അളവ്, ഇതൊക്കെ ബാധിക്കുന്നു. ദെൻ വോക്കൽ ക്യൂസ്, സോഷ്യൽ ഫാക്ടേഴ്സ്, മ്യൂസിക്കൽ പ്രിഫറൻസ്. എല്ലാവർക്കും എല്ലാ പാട്ടും ഇഷ്ടം, എല്ലാവർക്കും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്രിഫറൻസ് ഉണ്ട് സംഗീതത്തിൽ. ചിലർക്ക് കൂടുതൽ ഐറ്റംസ് ഉണ്ടായിരിക്കും, ചിലർ ഒരേ ഐറ്റത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും മറ്റുള്ള പാട്ടുകളൊക്കെ. അപ്പോൾ അവരുടെ പ്രിഫറൻസും സംഗീത ആസ്വാദനത്തെ ബാധിക്കും എന്നാണ്. ആൻഡ് ഇമോഷൻ ആൻഡ് റെഗുലേഷൻ. ഇമോഷൻ അറിയാം, നമ്മുടെ വികാരങ്ങളെ സ്വാധീനിക്കുന്നു. എങ്ങനെയുള്ള വൈകാരിക അവസ്ഥയിലാണ് നമ്മൾ പാട്ട് കേൾക്കുന്നത്, എങ്ങനെയുള്ള വൈകാരിക തലം പ്രദാനം ചെയ്യുന്ന പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്, ഇതെല്ലാം റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെ ഈ ഘടകങ്ങളൊക്കെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും സംഗീതത്തിന്റെ ആസ്വാദനത്തിന്റെ ഭാഗം ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ റിവാർഡ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു, ഓഡിറ്ററി സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. ഇത് രണ്ടും എങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞു. എങ്ങനെയാണ് സംഗീതം ആസ്വദിക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം തന്നു. ഇത്രയുമാണ് ഞാൻ മ്യൂസിക് തെറാപ്പിയുടെ സെഗ്മെന്റിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇച്ചിരി മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ നമ്മുടെ പങ്കെടുക്കുന്നവരൊക്കെ ആ ഒരു തലത്തിൽ, പഠന തലത്തിലൊക്കെ ഇച്ചിരി ഉയർന്ന നിലവാരം പുലർത്തുന്നതായതുകൊണ്ട് ഈസിയായിട്ടങ്ങ് പറഞ്ഞു പോവുകയാണ്, മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ പാട്ടിൻ്റെ ബയോളജി, ബയോ മ്യൂസിക്കോളജി, ഇതെല്ലാം നമുക്ക് അറിയാനുണ്ട്. നമ്മൾ അറിയുന്നതിന് അപ്പുറം മ്യൂസിക് എപ്രകാരം നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിന്, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്നു എന്നുള്ള പഠനങ്ങളിലൂടെയാണ് നമ്മൾ മ്യൂസിക് തെറാപ്പിയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഇന്നത്തെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രശസ്ത സംഗീത സംവിധായകൻ, പറയുകയാണെങ്കിൽ പാരമ്പര്യമുള്ള സംഗീത സംവിധായകൻ, മലയാളത്തിൻ്റെ അഭിമാനം എന്ന് പറയാവുന്ന സംഗീത കുടുംബത്തിലെ ആ കുടുംബത്തിലെ 3 മക്കളിലെ മൂത്തയാണ്. ഇവരെ രണ്ടാമത്തെ ആള് വളരെ പ്രശസ്തനായ ഗായകൻ, മലയാളത്തിലും തമിഴിലുമൊക്കെ മറ്റു ഭാഷകളിലുമൊക്കെ പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്ന ചലച്ചിത്ര പിന്നണി ഗായകനാണ്. മറ്റാരുമല്ല, MG ശ്രീകുമാറാണ് അവർ അനുജൻ. പക്ഷെ നമ്മളിന്ന് അനുസ്മരിക്കുന്നത് MG രാധാകൃഷ്ണൻ എന്ന ഒരു വലിയ പ്രതിഭയാണ്. MG രാധാകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ലളിതഗാനങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരും, അല്ലേ? നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ടുപിടിക്കാം. അറിയാം, മലയാള ചലച്ചിത്ര സംവിധായകൻ, കർണാടക സംഗീതജ്ഞനാണ്, പഠിച്ചിട്ടുണ്ട്, സംഗീതം പഠിച്ചു. ലളിതഗാനങ്ങളുടെ ചക്രവർത്തി എന്നാണ് MG രാധാകൃഷ്ണനെ വിളിക്കുക. ജനനം ജൂലൈ 29, അതായത് നമ്മൾ അദ്ദേഹത്തെ ഇന്ന് സ്മരിക്കാൻ കാരണമായിട്ടുള്ളത് ഈ മാസത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അതുപോലെ തന്നെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ മരണവും ഈ മാസം തന്നെയാണ്. അതിന്റെ ഞാൻ അങ്ങനെ പറയാൻ കാരണം 69ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ദിവംഗതനായത്. ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ജന്മദിനം 70 വയസ്സത്തേക്ക് അങ്ങനെ വിട പറഞ്ഞു. അച്ഛൻ സംഗീത സംവിധായകനും ഹാർമോണിസ്റ്റുമായ മലബാർ ഗോപാലൻ, അമ്മ ഹരികഥാ പ്രതിഭ കമലാക്ഷി മാരസ്യ. അവരുടെ 3 മക്കളിൽ മൂത്തയാളാണ് MG രാധാകൃഷ്ണൻ. ഹരിപ്പാടാണ് ജനനം. ഹരിപ്പാട് സ്കൂളിൽ പഠിച്ചതിന് ശേഷം ആലപ്പുഴ SD കോളേജില് SD കോളേജില് പഠനം. അതിനുശേഷമാണ് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ഗാനഭൂഷണം പഠിച്ചത്. അനുജൻ ഞാൻ പറഞ്ഞു MG ശ്രീകുമാർ, പ്രശസ്ത സിനിമ പിന്നണി ഗായകൻ.
ഒത്തിരി ഗാനങ്ങൾ ഈ രണ്ടു പേരും കൂടി നമുക്ക് സംഭാവന ചെയ്തു. ഇളയ സഹോദരി 3 മക്കളാണെന്ന് പറഞ്ഞു. ഇളയ സഹോദരി കെ ഓമനക്കുട്ടിയും കർണാടക സംഗീതജ്ഞയും, അതുപോലെ തന്നെ കോളേജ് പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു. അക്കാഡമിക് വിദഗ്ധയും ഓമനക്കുട്ടി. 2010 ജൂലൈ 2 കരൾ രോഗത്തെ തുടർന്ന് അന്തരിച്ചു. 69 വയസ്സ്. തിരുവനന്തപുരം ആകാശവാണിയിൽ സീനിയർ മ്യൂസിക് കമ്പോസറായി. ആദ്യം തമ്പുരു ആർട്ടിസ്റ്റായിട്ടാണ് തുടക്കം എന്ന് ഞാൻ ഓർക്കുന്നു. 1962 ആകാശവാണിയിൽ സംഗീത സംവിധായകൻ. ആ കാലത്തായിരിക്കണം ലളിതഗാനങ്ങളുടെ സുവർണകാലം എന്ന് പറയാവുന്നു. നമ്മള് ഒരുവിധം പ്രായമുള്ളവരൊക്കെ ഓർക്കുന്നുണ്ടാവും ലളിത സംഗീത പാട്ട് റേഡിയോയിൽ. അത് എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും രാവിലെ 7:45 മുതൽ 8 മണി വരെ, അങ്ങനെയാണ് ഇതിൻ്റെ ഓർമ്മ. അവരെ എല്ലാവരെയും അതാത് ആകർഷിക്കുന്നു കാര്യമായി. ഏറ്റവും ലളിത സംഗീത പാഠം അവതരിപ്പിക്കുന്നു. ലളിതഗാനങ്ങൾക്ക് ഒരു പുത്തൻ ഉണർവ് കൊടുത്ത ഒരു സംഗീത സംവിധായകനാണ് MG രാധാകൃഷ്ണൻ. അപ്പോൾ ലളിതഗാനങ്ങൾ സംപ്രേഷണം ചെയ്യുമായിരുന്നു ആകാശവാണി അന്ന്. അതിന് പുറമെ ഞാൻ ഈ പറഞ്ഞതുപോലെ ലളിത സംഗീത പാഠം രാധാകൃഷ്ണൻ അവതരിപ്പിച്ചു. ചലച്ചിത്ര ഗാനങ്ങളെ വെല്ലുന്ന ലളിതഗാനങ്ങളായിരുന്നു. ഇതിന് വേറെ ഉദാഹരണങ്ങളൊന്നും അധികം വേണ്ട. വേർപ്പോ കാണിച്ച ഓടൽ കുഴൽ വിളി ഒഴുകി ഒഴുകി, ഓടൽ കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഈ ലളിതഗാനം ഞാൻ ഓർക്കുന്നു, അന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാ മത്സരവേദികളിലും ആലപിച്ചിരുന്ന ഗാനമാണ്. അതുപോലെ ധാരാളം ലളിതഗാനങ്ങൾ ഉണ്ട്. ഘനശ്യാമ സന്ധ്യ ഹൃദയം അത് യേശുദാസ് ആലപിച്ചതാണ്. കാവാലം നാരായണ പണിക്കരുമായി ചേർന്നതാണ് അദ്ദേഹം കൂടുതൽ ലളിതഗാനങ്ങൾ. അതുപോലെ തന്നെ അതിൽ തുടർച്ചയായ സിനിമ ഗാനങ്ങളും ഇവർ രണ്ടുപേരും ചേർന്ന് ധാരാളം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇത് ലളിത സംഗീത പാഠത്തിൽ അവതരിപ്പിച്ചു. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടന്റെ രാധയെ ഉറക്കമായോ എന്നുള്ള ഒരു ഗാനം. അതിലും എന്നെ വളരെ ആകർഷിച്ച MG രാധാകൃഷ്ണൻ തന്നെ ആലപിച്ചതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ ലളിതഗാനം രാമായണ കിളി ശാരിക പൈങ്കിളി ആദ്യം അല്ലേ? പക്ഷേ ഇതൊരു MG രാധാകൃഷ്ണൻ തന്നെ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. കച്ചേരിയിലായിരിക്കും. ഇത് ഒറിജിനലി ജയചന്ദ്രൻ പാടിയതാണ്. സാർ താങ്ക് യു. ഇതിന്റെ രചന പൂവച്ചൽ ഖാദർ രചിച്ച രാമായണത്തിൽ ഞാനൊരു 2 സ്റ്റാൻസ പാടും. രാമായണക്കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടു എന്റെ രാഗവിലോലനെ കണ്ടു. രാമായണക്കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടു എന്റെ രാഗവിലോലനെ കണ്ടു. ആരണ്യകാണ്ഡത്തിലൂടെ എന്നെ ആരാധ്യദേവൻ തിരഞ്ഞോ, നീറുന്ന ചിന്തകളോടെ എൻ്റെ ശ്രീരാമദേവൻ കരഞ്ഞു.
ശാരിക പൈവിളി രാജീവനേത്രനെ കണ്ട് എന്റെ രാഗവിലോലനെ കണ്ടു ശിംശിപവൃക്ഷച്ചുവട്ടിൽ ഓരോ ദുഃഖവുമായി ഞാനിരിപ്പൂ ശിംശിപവൃക്ഷച്ചുവട്ടിൽ ഓരോ ദുഃഖവുമായി ഞാനിരിപ്പൂ ഗാനാമൃതം പകർന്നേകൂ നിന്റെ ഗാനത്തിലെന്നെ ഉറക്കൂ ഗാനാമൃതം പകർന്നേകൂ നീ ആ ഗാനത്തിലെന്നെ ഉറക്കൂ രാമായണക്കിളി. എന്ത് മനോഹരമായ ലളിതഗാനമാണ് അല്ലേ? അദ്ദേഹം തന്നെ പാടി കേട്ടാണ് ഞാൻ ഇത് പഠിച്ചതെന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഉൾക്കൊണ്ടത്. വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്, ലളിതഗാനമാണ്. അങ്ങനെ ലളിതഗാനത്തെ ഉയരങ്ങളിൽ പ്രതിഷ്ഠിച്ച സംഗീത സംവിധായകൻ ആണ് എം ജി രാധാകൃഷ്ണൻ. ലളിതഗാനങ്ങളെ അണിയിച്ചൊരുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ വേണം. ആദ്യമായി സംഗീതം നിർവഹിച്ച സിനിമ അരവിന്ദിന്റെ കമ്പ് 1978 പിന്നീട് തകര സിനിമയില് മൗനമേ നിറയും മൗനമേ എന്നുള്ള ആ പാട്ടിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ഒരു ചർച്ചയൊക്കെ വന്ന പാട്ടാണെങ്കിൽ മൗനമേ എന്ന് പറയുമ്പോഴത്തേക്ക് മൗനത്തിന് ഇത്രയും ശബ്ദ ഗാംഭീര്യം കൊടുക്കണോ വേണ്ടതെന്നൊരു തർക്കമൊക്കെ വന്നൊരു കഥ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടത് എങ്കിലും അങ്ങനെ തർക്കം വന്നുവെങ്കിലും അതിന് അവാർഡ് കിട്ടിയെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നീട് സംഗീത സംവിധാനം നിർവഹിച്ച സിനിമകൾ അദ്വൈതം, ദേവാസുരം, മണിച്ചിത്രത്താഴ്, രാഘോയിലിൻ രാജസദസ്സൻ, അനന്തഭദ്രം എന്നിവയാണ്. അട്ടഹാസം എന്ന സിനിമയിലൂടെ അതുല്യ ഗായിക KS ചിത്രയെ ചലച്ചിത്ര സംഗീത രംഗത്തിന് പരിചയപ്പെടുത്തിയത് എം ജി രാധാകൃഷ്ണൻ. മികച്ച സംഗീത സംവിധാനത്തിനുള്ള സംസ്ഥാന അവാർഡുകൾ 2 തവണ, പിന്നെ മറ്റ് ഫിലിം അവാർഡുകൾ, കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് അവാർഡ് എന്നിവയും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ നമ്മളിന്ന് സഞ്ചരിക്കും. കുറെ പാട്ടുകൾ സാബു സാറ് നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തുടർച്ചയായി ജനപ്രിയ ഗാനങ്ങൾ സൃഷ്ടിച്ച സംഗീത സംവിധായകനാണ് അദ്ദേഹം. പൂമുഖവാതിൽ സ്നേഹം വിടർത്തുന്ന, പിന്നെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ, അതൊക്കെ എല്ലാവർക്കും പാടാൻ കേട്ടോ. ഞാറ്റുവേലക്കിളിയേ നീ സൂര്യകിരീടം വീണുടങ്ങി, പിന്നെ നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാറ്റെ നീ വീശരുവപ്പോൾ പിണക്കമാണോ എന്നോടിണക്കമാണോ, പിന്നെ ശലഭം വഴിമാറുമാ വിഴി രണ്ടിലും. ഇങ്ങനെ 70ാം പിറന്നാളിന് ഏതാനും ദിവസങ്ങൾ ഉള്ളപ്പോൾ 2010 ജൂലൈ 2 കരൺ രോഗത്തെ തുടർന്ന് ഇഹലോകവാസം വരുന്ന അതിന്റെ പ്രതിഭയായ എം ജി രാധാകൃഷ്ണന്റെ സ്മരണയ്ക്ക് മുമ്പിൽ മാറ്റിനിർത്തി വെബിനാർ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. എല്ലാവർക്കും പാട്ട് പാടാം കേട്ടോ. അത് നമ്മൾ സ്വയം ഒരു ഡിസിപ്ലിൻ എടുക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾ പാടി തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കൂടെ പാടാതെ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു പാട്ടിൽ തന്നെ ഒരു സ്റ്റാൻസ കഴിഞ്ഞ് ആ സ്റ്റാൻസ അറിയാവുന്നവരാണെങ്കിൽ മറ്റൊരാൾ അത് തുടർന്ന് പാടുക. ആ രീതിയിലൊക്കെ കൊണ്ടും നമുക്ക് ഈ ഗാനാലാപന സെഗ്മെന്റിലൂടെ വിജയകരമായി സന്തോഷകരമായി പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. ഞാൻ പാട്ടുകളൊക്കെ ഒന്ന് കാണിക്കാം. പ്രത്യേകിച്ച് ലളിതഗാനങ്ങൾ, സാർ പറഞ്ഞ ലളിതഗാനങ്ങളെല്ലാം തന്നെ ഞാൻ
ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. ഓടക്കുഴൽ ഒഴുകി വരും. അതുപോലെ തന്നെ ഘനശ്യാമ സന്ധ്യ ഹൃദയം, ജയദേവ കവിയുടെ രാമായണക്കിളി ശാന്തൽ വെളിച്ചത്തിൽ എന്നുള്ള പാട്ട്. പിന്നെ കുമാരനാശാന്റെ ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും പിന്നെ പാട്ടുകളാണ്. അപ്പൊ നമുക്ക് ആദ്യം ലളിതഗാനങ്ങൾ പാടാം. ആരാണ് ഈ പാട്ട് പാടുന്നത്? വളരെ കുട്ടിക്കാലത്ത് അല്ലെ റേഡിയോയിലൂടെ വന്നു കേട്ട പാട്ടുകളാണ്. സാറ് തന്നെ പാടും. ഇല്ലെങ്കിൽ ഞാൻ പാടും. നമ്മള് അൺമ്യൂട്ട് ചെയ്യും. ശൈലമ അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യും. മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ആടിയ ദിവ്യാനുരാഗില മാംരാസ ക്രീഡാകഥയിലെ നായികയോടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. അടുത്ത വരി ആരും വളരെ പാടുവാ. ഹലോ. വിരഹം താങ്ങാൻ അരുതാതെ തുളസി കതിർന്നുള്ളാൻ നീ കൈനീട്ടി നിൽക്കേ. വിരഹം താങ്ങാൻ അരുതാതെ തുളസി കതിർന്നുള്ളാൻ നീ കൈനീട്ടി നിൽക്കേ. പിന്നിൽ വന്നു നിൻ കണ്ണുകൾ പൊത്തി നേത്രോൽപലമാല ചാർത്തി. അവൻ നേത്രോൽപലമാല ചാർത്തി. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. താങ്ക് യു സർ. ലജ്ജാവിവശേ നിൻ മനം മയങ്ങാൻ ഒളി കണ്ണിലൂടെ കപടഭാവത്തോടെ. ലജ്ജാവിവശേ നിൻ മനം മയങ്ങാൻ ഒളി കണ്ണിലൂടെ കപടഭാവത്തോടെ. കായമു കാട്ടി ഓരോ പൂവിലും തേൻ വണ്ടായി മധു തേടി. അവൻ തേൻ വണ്ടായി മധു തേടി. കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. താങ്ക് യു. ഓക്കെ, അടുത്തത് ഘനശ്യാമസന്ധ്യ. മോഹനരാഗത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ കാമക്രോധ മോഹങ്ങളെ ഒക്കെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന രാഗങ്ങൾ. ഞാനൊന്ന് പാടുന്ന ഘനശ്യാമസന്ധ്യ. ഘനശ്യാമസന്ധ്യാ ഹൃദയം നിറയെ മുഴങ്ങി മഴവിൽ മാണിക്യ വീണ. ഘനശ്യാമസന്ധ്യാ ഹൃദയം നീലാഞ്ജന സമരുചിരം
നിരവധ്യമേ നടനവിലാസം പകലും ഇരവും പകരും പദചലനലയമേളം വസന്തങ്ങൾ വന്നു വനജോത്സ കൈക്കുമ്പിൽ നീട്ടി രാസകേളി രമണീയം മകരന്ദ ബിന്ദുവിൽ മയങ്ങി ഘനശ്യാമ സന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യാഹൃദയം. താങ്ക് യു സർ. ഇതിന്റെ സെക്കൻഡ് സ്റ്റാൻസ പാടാം, അറിയുന്നുണ്ടോ? അറിയുന്നുണ്ടെങ്കിൽ പാടിക്കും, അല്ലെങ്കിൽ അടുത്ത പാടാം. അടുത്ത പാട്ട് ഇതാണ്. സാറേ അതിന്റെ പാട്ട് എന്റെ സെക്കൻഡ് സ്റ്റാൻസയാണോ? സെക്കൻഡ് സ്റ്റാൻസ ഏതായിരുന്നു? ആ സാറേ ആ അതിന്റെ സെക്കൻഡ് സ്റ്റാൻസ എന്റെ മോൻ പാടിക്കോട്ടെ ആ ചോദിക്കാം. പിന്നെന്താ, ഷുവർ. അഗാധ നീലിമകളിൽ വിദൂര തീരങ്ങളിൽ പ്രണവമുണരും സീമകളിൽ ധ്വനി തരളലയമേളം ഘനശ്യാമ സന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവില്ലിൻ മാണിക്യവീണ ഇളം തെന്നൽ ചിന്തുകളും പാടി കണിക്കുന്ന പൂങ്കൊമ്പിലാടി ഇളം തെന്നൽ ചിന്തുകളും പാടി കണിക്കുന്ന പൂങ്കൊമ്പിലാടി പൂനിലാവും വനനിഴലും ഉണരുന്ന മർമരം ഉണർന്നു ഘനശ്യാമ സന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവില്ലിൻ മാണിക്യവീണ ഘനശ്യാമ സന്ധ്യാഹൃദയം. താങ്ക് യു. ഓക്കെ, മോന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് രോഹിത് എന്നാണ്. ഓക്കെ രോഹിത്, വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ, അടുത്തത് ബാക്കി കുറെ പാട്ടുകളുണ്ടോ? ഇരിക്കും കേട്ടോ, ഇടുന്നുള്ളൂ. കുറച്ചും കൂടെ പാടാം. ജയദേവ കവിയുടെ ആരെങ്കിലും പാടുന്നുണ്ടോ? ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെന്റെ രാധേയുറക്കമായോ രാജീവനയനന്റെ കേട്ടെന്റെ രാധേയുറക്കമായോ ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെന്റെ രാധേയുറക്കമായോ. താങ്ക് യു സർ. അവസരം മ്യൂട്ടാണ്. ഈ പാട്ട് രാമായണക്കിളി ആരെങ്കിലും പാടാനുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത പാട്ട് ശരറാന്തൽ. ഇതെല്ലാം ലളിതഗാനങ്ങളാണ്. ഇല്ല. ഓക്കെ, പിന്നെ ഇത് കുമാരനാശാന്റെ ഒരു ശരറാന്തൽ പാടട്ടെ സാറ്? പഠിക്കൂ.
ശരറാന്തൽ തിരി താഴ്ത്തും മുകിലിൻ കൊടുകിൽ. ആ പാട്ടല്ല, പിന്നെ ഇത് വേറൊരു പാട്ട്. അതൊരു സിനിമ പാട്ടല്ലേ ഇത്. ലളിതഗാനം ശരറാന്തൽ വിളിച്ചു. അതുപോലെ വേറെ പാട്ടുകൾ നമുക്ക് കേൾക്കാം. അതറിഞ്ഞൂടാ. ഇനി സിനിമാ പാട്ടുകളിലേക്ക് വരുമ്പോൾ കോച്ചൽ ഖാദർ ജാനകി പാടിയ ഒരു പാട്ടുണ്ട്, മൗനമേ നിറയും. പാടിക്കും ശൈലമ. മൗനമേ നിറയും മൗനമേ ഇതിലെ പോകും കാറ്റിൽ ഇവിടെ വിരിയും പലരിൽ കുളിരായി നിറമായും ദുഃഖം എന്നും നിന്നെ തേടി വരും. മൗനമേ നിറയും മൗനമേ. അർത്ഥം പാടാം. കല്ലിനു പോലും ചിറകുകൾ നൽകി കന്നിവസന്തം പോയി. കല്ലിനു പോലും ചിറകുകൾ നൽകി കന്നിവസന്തം പോയി. ഉരുകും വേനലിൽ മോഹദളങ്ങൾ എരിഞ്ഞടങ്ങുകയായി. മൗനമേ നിറയും മൗനമേ. താങ്ക് യു. നാഥ നീ വരും കാലച്ച കേൾക്കുവാൻ, ഇഞ്ചി രാധാകൃഷ്ണന്റെ. ആരും പാടും? ആരെങ്കിലും പാടുന്നുണ്ടെങ്കിൽ പാടും, അല്ലെങ്കിൽ ശൈലമാൻ പാടും. ആരും പാടും പാട്ട്. നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവക വീതിയിൽ എൻമിഴിപ്പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ. ബാക്കി പാടും. ആരോ പാടുന്നുണ്ടായിരുന്നു, പാടിക്കോ കൂടെ. പല്ലവി അറിയപ്പെടാവോ? അടുത്ത ആള് പഠിക്കും. ആരാ പാടുന്നത്? ഇതവൻ പോയോ? ഇതാരവി? നേരിയ മഞ്ഞിന്റെ ചുംബനം കൊണ്ടൊരു പൂവിൻ കവിൾ തൊടുത്തു. കാണുന്ന നേരത്ത് മിണ്ടാത്ത മോഹങ്ങൾ ചാമരും വീശി നിൽപ്പൂ. നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു. താവക വീതിയിൽ എൻമിഴിപ്പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. അടുത്തത്. ഈളം കാറ്റിന്റെ ഈറനണിയുമ്പോൾ എന്തേ മനം തുടിക്കാൻ. ഈളം കാറ്റിന്റെ ഈറനണിയുമ്പോൾ എന്തേ മനം തുടിക്കാൻ. കാണാതെ വന്നിപ്പോൾ ചാരത്തണയുകയും ഞാൻ എന്തു പറയാൻ, എന്തു പറഞ്ഞിടും ഞാൻ. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവക വീതിയിൽ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ.
കഥാപോത്തൻ സെറീന ഹാബ് അഭിനയിച്ച ശ്യാമരാജ എന്ന സിനിമയിലെ മനോഹരമായ ഗാനം. യെസ്, അതെ 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 സാർ. അടുത്തത് പ്രണയവസന്തം തള്ളണിയുമ്പോൾ. ആരാ പാടുന്ന? ആരെങ്കിലും? അതിലെ തന്നെ വേറൊരു പാട്ടുണ്ട് സാറേ, ഓ മൃദുലേ എന്നുള്ള പാട്ടുണ്ട്. പാടിക്കൂ. അറിയാം. കാപ്പി രാഗത്തിലെ സത്യനന്ദികാരൻ രചനയാണ്. ഓക്കെ, അത് ദുഃഖമായിട്ട് പാടുന്ന പാട്ടാണ് പാടാൻ പോകുന്നത്. യേശുദാസിന്റെ പാട്ടാണ്. പാടിക്കൂ. ഓ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകി വാ, ഹൃദയ മുരളിയിലൊഴുകി വാ, പ്രിയനെ മറന്നു മൃദുലേ, മനസ്സും മനസ്സുമകന്നു അകലെയാണെ സ്വരം ഒരു തേങ്ങായി നിറയും. ഓ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകി വാ, പിതാജി അത് പ്രിയേ പുതുജീവനായി എന്നിൽ വിരിയോ, ഓ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകി വാ, അലയും പ്രിയരെ മറന്നു മൃദുലേ, മനസ്സും മനസ്സുമകന്നുവോ, മനസ്സും മനസ്സുമകന്നുവോ. പിതാജി അത് ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലെ പാട്ട്. ഞാൻ ഏകനാണ്. അതെ അതെ, സത്യനന്ദികാരന്റെ വരികളാണ്. നന്നായി പാടി. നന്നായി. താങ്ക് യു സർ. പൂമുഖവാതിൽ സാർ പാടിക്കൂ. അറിയില്ല. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന ഭാര്യ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിന പുഷ്പങ്ങളാക്കുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിന പുഷ്പങ്ങളാക്കുന്നു ഭാര്യ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാക്കുന്നു ഭാര്യ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാക്കുന്നു ഭാര്യ. ജോസഫ് സാർ പാടും. ജോസഫ് സാർ അതിന്റെ സെക്കൻഡ്. എത്ര തെളിഞ്ഞാലും വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ, എത്ര തെളിഞ്ഞാലും വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ, എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ.
സ്റ്റാൻസ് സാറേ? കുറച്ചുപേരെ പാടാത്തവരുണ്ട് കേട്ടോ. മനോജ് സാറ്, ഇന്ദിരാദേവി, ഓമന മാം, രമാവതി മാം, ഇതൊക്കെ ഒന്ന് പാടിക്കോണേ. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുന്ന ചെയ്തോളാം. ഈ പാട്ടുകളെല്ലാം നമുക്ക് പാടാവുന്നതാണ്. ഈ പാട്ടാരെ പാടുന്നത്? എനിബഡി എൽസ്? ഇല്ലെങ്കിൽ ഏത് പാട്ടാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ആ പാട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തരാം. എത്ര പൂക്കാലം ഇനി, ഷൺമുഖപ്രിയയിലെ രാഘോയിലിന്റെ ശൈലമ. ഞാൻ യാത്രയിലാണ് സാറേ, 4 വരി വേണമെങ്കിൽ പാടാം. പാടും പെട്ടെന്ന് പാടിക്കും. എത്ര പൂക്കാലമിനി എത്ര മധു, ഒരു മിനിറ്റ് സാറേ. എത്ര പൂക്കാലമിനി എത്ര മധുമാസം, അതിലെത്ര നവരാത്രികളിലമ്മേ, നിൻമുഖം തിങ്കളായി പൂനിലാപ്പാൽ ചൊരിഞ്ഞ് എന്നിൽ വീണലിയുമോ ദേവി, മിഥില ഇനിയും പ്രിയ ജനകസുതയൊരു വിരഹ കഥയാക്കുമോ, പറയുക 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 നീ ഷൺമുഖ പ്രിയ രാഗമോ, നിന്നിലെ പ്രേമഭാവമോ, എന്നെ ഞാനാക്കും ഗാനമോ, ഒടുവിലെന്റെ ഹൃദയ തീര മണയുക ഷൺമുഖ പ്രിയ രാഗമോ. അത്രേ അറിയുന്നില്ല സാറേ, ഒപ്പിച്ചതാണ്. മാം നന്നായിട്ട് പാടി. അടുത്ത് ഒരു ദളം മാത്രം. ഒരു ദളം മാത്രം. അടുത്ത് ആരാണ് പാടുന്നത്? ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനിൽ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു, സരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനിൽ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു, സരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. താങ്ക് യു സാർ, അത്രയും അറിയാം. ഓക്കെ. ശൈലമാൻ പാടുന്നുണ്ടോ? ആദ്യം ഒരു പാടുന്നേ പഠിക്കും. അൺമ്യൂട്ട് ചെയ്യണേ. ഒരു ദളം മാത്രം, ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനിൽ മുകുളമായി നീ എൻ്റെ മുന്നിൽ വന്നു, തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദളം മാത്രം. താങ്ക് യു. ഫുള്ള് ഇല്ല. താങ്ക് യു. പറയാതെ മറന്നുപോയി സാറേ. വിരലിന്റെ തുമ്പിൽ തുടിച്ചു നിന്നു, മാത്രം. അത് മറന്നു. ഓർക്കുന്നില്ല സാറേ, ഞാൻ പാടാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. സോറി സാർ. ജസ സാർ ഒന്ന് പാടാമോ? ഇത് പാടിക്കോളൂ. മഴവിൽ കൊതുമ്പിൽ. ഇല്ല ലിറിക്സ് മറന്നുപോയി. മഴവിൽ കൊതുമ്പിലേറി. ആരാ പാടുന്നത്? പഠിക്കും. ടെസ്റ്ററാണോ? അല്ല, ഞാൻ പ്രണയവസന്തം പാടിയായിരുന്നു നമ്മള് ഇവിടെ. പ്രണയവസന്തം പാടിയില്ലല്ലോ. അത് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നോക്കട്ടെ. ഞാനതൊന്ന് പാടാം. പാടിക്കും. ഇല്ല സാറേ, ഞാൻ എടുത്തിട്ടില്ല. പാടിക്കും. പ്രിയ സഖി എന്തേ മൗനം, ദേവി നിൻ ജീവനിൽ മോഹം ശ്രുതി നീട്ടുമ്പോൾ
ദേവാ നിൻ ജീവനിൽ മോഹം ശ്രുതി നീട്ടുമ്പോൾ സുന്ദരം സുരഭിലം സുഖലാളനം എന്റെ നെഞ്ചിലെ പൂമുഖത്തൊരു കാവടിയാട്ടം പ്രണയവസന്തം തളിരണിയുമ്പോൾ പ്രിയസഖി എന്റെ മൗനം. ഓക്കെ, അത് വിട്ടുപോകണ്ടെന്ന് കരുതിയാണ് ഞാൻ ഫില്ല് ചെയ്തത്. ഓക്കെ, സാബു സാർ മ്യൂട്ടാണ്. ഇതാരെങ്കിലും പാടുന്നുണ്ടോ? മഴവിൽ സാറേ കൊതുമ്പിലെ 4 വരി പാടാം സാർ, 4 വരി. പാടും. മഴവിൽ കൊടുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി കദളി വനങ്ങൾ താണ്ടി വന്നതെന്തിനാണു നീ മിഴിനീർക്കിനാവിലോർന്നതെന്തേ സ്നേഹലോലയാ മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി. ഓക്കെ സാർ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട്. ഇതല്ലേ സർ ആ ചെല്ലട്ടെ. പഠിക്കോ? കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. താങ്ക് യു സാർ. ഇവരെ ആരും മാറട്ടെ. ജോസഫ് ജോൺ സാർ, ജോസഫ് ജോൺ സാർ ഒന്ന് പാടും. സാർ അഡ്മിറ്റ് ചെയ്യും, അഡ്മിറ്റ് ചെയ്യും. ജോസഫ് സാർ അഡ്മിറ്റ് ചെയ്യും. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു എന്തു പരിഭവം മെല്ലയോടി വന്നു കൽവിളക്കുകൾ പാതി പിന്നു നിൽക്കവേ അഗ്നിസാക്ഷിയായില താലി ചാർത്തിയൻ ആദ്യാനുരാഗം ധന്യമാക്കും മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാക്കും നാലാളറിയെ കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർത്തു നിൽക്കും നാലാളറിയെ കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർത്തു നിൽക്കും യമുന നദിയായി കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലയോടി വന്നു. അടുത്ത് ഇത് ദേവാസുരത്തിലെ പാട്ടാണ്. ഇത് ഞാൻ പാടാം കേട്ടോ. വന്ദേ മുകുന്ദ ഹരി ജയ ശൗരി സന്ദബഹാരി മുരാരി ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കളുമെവിടെ
ക്രൂരനിഷാദശരം കൊണ്ടു നീറുമി നെഞ്ചിനാത്മപ്രണാമം. സ്നേഹസ്വരൂപനാം സ്നേഹസതീർത്ഥ്യന്റെ കാൽക്കലൻ കണ്ണീ പ്രണാമം. ഓക്കെ, താങ്ക് യു. അടുത്ത് സൂര്യകിരീടം ആർക്കാണ് പാടാൻ പറ്റുന്നത്? സൂര്യകിരീടം പാടാൻ പറ്റിയ ആരൊന്നുമില്ലേ? ഉദാഹരൻ സാർ, ജോർജ് സാർ, നേരെയുള്ള മനോജ് സാർ പാട്ട് പാടുവോ? മനോജ് സാർ. സാറേ, ഞാൻ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടല്ലോ, അത് ഏറ്റവും അവസാനം പറയാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാനൊരു സംഗീതമായിട്ട് ബന്ധമുള്ള ആളാണ്. ഞാനൊരു മ്യൂസീഷ്യൻ ആയിരുന്നു. ഞാൻ മ്യൂസിക് ഫീൽഡിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ആളായിരുന്നു. ഞാൻ ഡ്രമ്മറാണ് ബേസിക്കലി. ഞാൻ ഒരുപാട് റെക്കോർഡിങ്ങിലും ഒക്കെ മ്യൂസിക് അടക്കം ഫിലിമിലെ വായിച്ചിട്ടുള്ള ആളാണ്. ഒരുപാട് റെക്കോർഡിങ് അറിയാം. എം ജി രാധാകൃഷ്ണൻ സാറിനെ അറിയാം. സാറിൻ്റെ കൂടെ ആകാശവാണിയിലും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം പാട്ട് പാടുന്ന ആളല്ല, ഞാൻ താളവാദ്യം, എൻ്റെ മെയിൻ ഇൻസ്ട്രുമെൻ്റ്, ഞാൻ എല്ലാ താളവാദ്യങ്ങളും വായിക്കുന്ന ഒരാളായിരുന്നു. കോളേജ് കാലഘട്ടം മുതലേ പ്രോഗ്രാമിനൊക്കെ സ്റ്റേജിലും മിക്കവാറും എല്ലാ മ്യൂസിക് നമ്മുടെ ഇപ്പോൾ ഉള്ള ഗായകരോടൊക്കെ സ്റ്റേജിലും ഒക്കെ വായിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ജോസഫ് ജോൺ സാറിൻ്റെ ഈ സെഷനിൽ വരുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാർ. അപ്പം വളരെ നന്നായിരിക്കുന്നു ഈ പ്രോഗ്രാം. ഞാൻ അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരുന്ന എല്ലാവരുടെയും ഇങ്ങനെ വളരെ സശ്രദ്ധം കേൾക്കുകയായിരുന്നു. സാറ് മ്യൂസിക്കിനെയൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞ ബ്രെയിനുമായിട്ടുള്ള ആക്ടിവിറ്റിയൊക്കെ നമ്മളെപ്പോലുള്ള മ്യൂസീഷ്യൻസ്, ഞാനിപ്പോൾ ആക്റ്റീവായിട്ട് പ്ലേ ചെയ്യാറില്ല, വല്ലപ്പോഴെങ്കിലും എന്തെങ്കിലും അങ്ങനെ പ്ലേ ചെയ്യുന്നേ ഉള്ളൂ. വീട്ടിലെല്ലാ ഇൻസ്ട്രുമെൻസും ഒക്കെ ഉണ്ട്. പക്ഷേ മ്യൂസിക്കായിട്ട് എനിക്ക് വളരെ ബന്ധമുള്ള ആളാണ്. മ്യൂസിക് വേണ്ടി ജീവിതം വരെ ഒരു കാലഘട്ടത്തിൽ കഴിച്ച ഒരു മ്യൂസീഷ്യനാണ് ഞാൻ. എൻ്റെ മകന് ഇപ്പോൾ വയലിനിസ്റ്റാണ്. അവന് എഞ്ചിനീയറിംഗ് പഠിച്ചതോടൊപ്പം തന്നെ വയലിനൊക്കെ വായിക്കും. അപ്പോൾ അതൊന്ന് ഷെയർ, ഞാൻ എല്ലാവരും വളരെ ശ്രദ്ധിച്ചിങ്ങനെ കേൾക്കുകയായിരുന്നു. വളരെ സന്തോഷം തോന്നി സാറേ ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങി. പ്രത്യേകിച്ചും നമ്മളൊക്കെ ഒരുപാട് മ്യൂസിക്കായിട്ട് ബന്ധമുള്ള ആൾക്കാരെ ഇത് കേൾക്കുമ്പോഴേ എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷനും അതിൻ്റെ പെർഫെക്ഷനും ഒന്നും അല്ലല്ലോ സാർ നമ്മൾ നോക്കി. ഇതാണ് വേണ്ടത്. അതുകൊണ്ട് ജോസഫ് ജോൺ സാറിന് ഒരു പ്രത്യേക ഒരു അഭിനന്ദനം ഞാൻ അറിയിക്കുന്നു, ഒപ്പം സാബു സാറിനും. അതുകൊണ്ട് ഞാൻ വളരെ ആസ്വദിച്ച് കേൾക്കുന്നുണ്ട് സാർ. ഞാൻ പാടുന്ന ആളല്ല. ഇങ്ങനെ ഒരു ബന്ധം എനിക്കുണ്ട്. ഞാൻ താളവാദ്യമൊക്കെ പഠിച്ചിട്ടുമുണ്ട്. പിന്നെ 10ാം ക്ലാസ് മുതൽ ഞാൻ പഠിച്ചിട്ട് 2-3 വർഷം ഞാൻ ഡ്രമ്മ് പഠിച്ച ആളാണ്. അതിന് ശേഷമാണ് കോളേജ് കാലത്ത് ഈ പ്രോഗ്രാമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മ്യൂസിക് ഫീൽഡിൽ തരംഗിണി സ്റ്റുഡിയോയിലും എറണാകുളത്തുള്ള സ്റ്റുഡിയോകളിലൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. ഇപ്പം പിന്നെ ഔദ്യോഗികമായിട്ട് കുറേ കാലമായിട്ട് ഇതൊന്നുമില്ല. ഈ വിവരമൊന്നും സാറിൻ്റെ ഒക്കെ ഒന്ന് പറയണമെന്ന് തോന്നിയത് പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ പരിപാടി നടക്കട്ടെ സാറേ, ഞാൻ കൂടുതൽ സമയം ഈ എം ജി രാധാകൃഷ്ണന്റെ കൂടെ ചെയ്തിട്ടുണ്ടോ? ഞാൻ എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ കൂടെ ഇവിടെ ആകാശവാണിയിൽ സാറ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് അന്ന് സാറ് റെക്കോർഡ് ചെയ്യാൻ വരുമായിരുന്നു. സാറ് കമ്പോസ് ചെയ്യുന്ന ഞങ്ങൾക്കൊക്കെ അവിടെ ഗ്രേഡ് ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പ്ലേ ചെയ്യാൻ പോകുമായിരുന്നു. ഞാൻ പറയുന്നത് 85-86 കാലഘട്ടത്തിലൊക്കെയാണ്. അവിടെ ഞങ്ങൾ സ്ഥിരം റെക്കോർഡിങ്ങിന് പോകുമായിരുന്നു പല ഗ്രൂപ്പുകളുടെ കൂടെയൊക്കെയോ. സാറിന് എനിക്ക് നന്നായിട്ട് അറിയാം. ശ്രീകുമാരേട്ടൻ്റെ കൂടെ 3-4 പ്രോഗ്രാമിന് ഞാൻ ദുബായിലായിരുന്നു ഇപ്പോൾ വായിച്ചിട്ടുണ്ട്. വേണുഗോപാൽ എന്ന് പറഞ്ഞ ഗായകൻ്റെ ഓർക്കസ്ട്ര മാനേജറായിരുന്നു ഞാൻ 5 വർഷം, 83 മുതൽ 88 വരെ. അങ്ങനെ കുറേ സംഗീതമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് സാർ. അതുകൊണ്ടാണ് ഞാൻ ഇത് എന്തുകൊണ്ടെന്ന് അറിയണമല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്തത്. വളരെ സന്തോഷം തോന്നി. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടല്ലോ എന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് അത് ഏറ്റവും സന്തോഷമായത് സാറേ. അപ്പോൾ എല്ലാ മംഗളങ്ങളും ഞാൻ നേരുന്നു. താങ്ക് യു സാർ. ഞാനുണ്ടാവും ഇവിടെ സാർ. സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ഈ പ്രോഗ്രാമിൽ വരാം. എപ്പോഴെങ്കിലും വരാം. ഞാൻ ഇച്ചിരി യാത്രയൊക്കെ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് സമയത്തിന്റെ കുറവുണ്ട്. ഇന്ന് ശനിയാഴ്ച ഈ പ്ലാറ്റ്ഫോമിൽ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഒരെണ്ണം ഞങ്ങൾക്ക് തന്നാൽ വളരെ സന്തോഷമാണ്. ആയിക്കോട്ടെ സാറേ. ഞാൻ സാറിപ്പോൾ ഉള്ളത് മസ്കറ്റിലാണ്. ഞാനൊന്ന് വീട്ടിൽ വന്നു കേട്ടോ. ഞാൻ കൊച്ചിയിലാണ് എൻ്റെ വീട്. അവിടെ ഞാൻ എൻ്റെ കോങ്കോ ഡ്രം ഉണ്ട്, എല്ലാ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. പറ്റുവാണെങ്കിൽ മോനെയും കൂടെ ഒരു ദിവസം കൊണ്ടുവന്നിട്ട് വയലിൻ പ്ലേ ഒക്കെ ചെയ്യും. ഞാനൊന്ന് നാട്ടിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ തീർച്ചയായിട്ടും അതിനെ ഒരു നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും സാർ. പറഞ്ഞാട്ടെ സാർ. ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ? ഓക്കെ സാർ. സാർ, തീർച്ചയായും ഇതൊരു ബ്ലെസ്സിങ് ആണ് സാറിന്റെ ഇന്നത്തെ സാന്നിധ്യം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത്രയും വലിയ നിലയിൽ സംഗീതവുമായിട്ട്
സഞ്ചരിച്ച അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം തന്നെയാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ഇറ്റ്സ് എ കോയിൻസിഡൻസ് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല സാർ, ഞാനാണ് അതിൽ കൂടുതൽ സന്തോഷവാൻ സാർ. അങ്ങനെ സാറ് ഇതുപോലത് പറയാനും കേൾക്കുക. എനിക്ക് കോട്ടയത്ത് ഒരുപാട് മ്യൂസിക് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. വയലിനൊക്കെ ഭയങ്കര ജേക്കബ് എന്നുള്ള ആളുടെ, ജേക്കബ് മരിച്ചുപോയി. കോട്ടയത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളോട്ടൊക്കെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ ഒരുപാട് ജേക്കബ് നമ്മുടെ നെയ്ബറാണ്. ജേക്കബ് വയലിനിസ്റ്റ് സാർ, മരിച്ചുപോയി. ജേക്കബിന് ചേട്ടൻ ഉണ്ടായിരുന്നു, അവർ തബലിസ്റ്റ്. അത് തന്നെ. അവരൊക്കെ ആയിട്ട് കോട്ടയത്ത് ഈയിടെ ഒരു തബലിസ്റ്റ് ആശാനുണ്ടായിരുന്നു സാർ, ആ പുള്ളിക്കാരനും മരിച്ചു. അങ്ങനെ കോട്ടയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സ്ഥലമാണ്. ഞാൻ തിരുനക്കര അമ്പലത്തിൽ വന്നിട്ട് പോലും വേണുഗോപാൽ ചേട്ടൻ്റെ കൂടെ ഗാനമേളയ്ക്ക് വായിച്ചിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുന്നാണ്. അതുകൊണ്ട് ജോസഫ് സാറ് കോട്ടയത്ത് ആണെന്നാണ് എൻ്റെ ഒരു അതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ സാർ. പെരുമ്പാവൂരാണ്, ഞാൻ പെരുമ്പാവൂർ. ഓക്കെ. സാറ് പറഞ്ഞു. സാർ എന്തോ ജോസഫ് സാർ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക, പറഞ്ഞു നിർത്തിക്കട്ടെ സാറേ. ഞാൻ അത് തന്നെയാണ് സാറിന്റെ സാന്നിധ്യത്തെ കുറിച്ച് പറയുമായിരുന്നു. ഞങ്ങള് വളരെ പ്രൗഡ് ഓഫ് യു. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഇതൊരു വലിയ ശ്രമമാണ്. പാട്ട് അറിയാത്തവര്, ഒരുപക്ഷെ പഠിക്കാത്തവര്, അവർക്ക് എല്ലാവർക്കും പാട്ട് പാടാനുള്ള ഒരു വേദി നമ്മള് മനസ്സ് തുറന്നത്. ഇതൊരു ശരിക്കും തെറാപ്പിയുടെ സൈക്കോളജി തെറാപ്പിയുടെ കോൺസെപ്റ്റിലാണ്. പാട്ട് പാടാൻ നമ്മൾ ധൈര്യം കൊടുക്കും മാക്സിമം. സാർ, ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക സാറ് പാട്ട് ആസ്വദിക്കുന്നതിനെ കുറിച്ച്. ഇപ്പൊ എന്നെ പോലെ ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കുന്നവരുടെ ഡോപ്പമിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊക്കെ ആ ബെനിഫിറ്റ് ഉണ്ടാവുമല്ലോ സാർ. പക്ഷെ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവർക്കും അതിന്റെ ഒരു അപ്പൊ അതാണ് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തതും. അത് പാട്ട് ഇപ്പൊ ഞാനൊക്കെ കേൾക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതൊരു വലിയ ഒരു കോൺഫിഡൻസ്. ആരാണ് സൂര്യകിരണം? ജോർജ് സാർ പാടുന്നോ? ഞാൻ അന്ന് പാടും. സാറിന്റെ കയ്യിലുള്ള പാടാനൊന്നും പറ്റൂല കേട്ടോ. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, ഇന്നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. വെണ്ണക്കല്ല് കൊണ്ടുവന്നു വിണ്ണിലെ പൂത്തുമ്പി, ചന്ദനത്തിൻ വാതിൽ വെച്ചു ചന്ദ്രകലാശില്പി. വെണ്ണക്കല്ല് കൊണ്ടുവന്നു വിണ്ണിലെ പൂത്തുമ്പി, ചന്ദനത്തിൻ വാതിൽ വെച്ചു ചന്ദ്രകലാശില്പി. പൊന്നുകൊണ്ട് താഴ്ത്തീർക്കാൻ വന്നു മിന്നാമിന്നി, വെണ്ണിലാവാലൻ ചുവരിൽ വെൺകളിയും പൂശി. വാവാ നീ എൻ കുളിരേ, വാവാ നീ എൻ കുളിരേ, ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഒത്തിരി പഴമയിലേക്ക് കൊണ്ടുപോയി. താങ്ക് യു വെരി മച്ച്. അടുത്ത പാട്ട് പൊന്നണിയും കൊന്നപ്പൂക്കണ്ണിയായി. അഡ്മിറ്റ് ചെയ്തു പാടും. ആരും പാടുന്നില്ലേ, നമ്മൾ പാടും. അതിന്റെ കുഴപ്പം. 4 വരിയായിട്ട് കിട്ടുള്ളൂ. നോക്കട്ടെ. മേടപ്പൊന്നണിയും കൊന്നപ്പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പലിയായി. മേടപ്പൊന്നണിയും കൊന്നപ്പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. ഇത്രേ അറിയുള്ളൂ. താങ്ക് യു. ഓക്കെ, 2 പാട്ടുകളുടെ ഉള്ളൂ. കുളിരന്തി താരകങ്ങൾ വരവർണ്ണ
വേടപ്പൊന്നണിയും കൊന്ന പൂക്കളിയാ പീലിക്കാവുകളിൽ താലപ്പൂ പൊലിയാ. ഓക്കെ, അടുത്തേക്ക് അടുത്ത മണിച്ചിത്രത്താഴിലെ മനോഹരമായ ഒരു പാട്ട്. വരുവാനില്ല വരുവാനില്ലാരുമിങ്ങൊരു നാളുമീ വഴിക്കറിയാം അതെന്നാലുമെന്നും. പഠിക്കൂ ആരാ പഠിക്കുന്നു? പഠിക്കും കൺമട്ടി. പാടാറുള്ള പാട്ടാണ്. പറ്റില്ല. വരുവാനെല്ലാരുമിങ്ങൊരു നാളുമീ വഴി കറിയാം ഏതെന്നാലുമെന്നും പ്രിയമുള്ളൊരാളാരോ വരുവാനെണ്ണ ഉണ്ടു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ എന്നും വെറുതെ മോഹിക്കുമല്ലോ. പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ട മുമ്പിൽ അതിനായി മാത്രമാ ഒരു നേരം ഋതുമായി മധുമാസമണയാറുണ്ടല്ലോ. ഓക്കെ, അടുത്ത ഒരു പാട്ട് ദിലാവിന്റെ നീല ഭസ്മ പൊരിയണിഞ്ഞവളെ. ജോസഫ് സാർ നോക്കുന്നോ? നിലാവിന്റെ നീലഭസ്മ പൊരിയണിഞ്ഞവളെ കാതിലോ കമ്മലിട്ട് കുടുങ്ങി നിൽപ്പവളെ ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി രാഗലോ പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. എനിക്ക് അത്ര പരിചയം പോരെ സാറ്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഒരു അനന്തപത്രത്തിലെ ജി സുകുമാറിന്റെ ശങ്കരാഭരണത്തിലുള്ള ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടാണ്. പിണക്കമാണോ എന്നോ പിണക്കമാണോ. ആർക്കെങ്കിലും പാടാവോ? അമ്മന മാം, നിരാദേവി മാം കണ്ടല്ലോ. പിണക്കമാണോ എന്നോടിണക്കമാണോ അടുത്തു വന്നാലും ഒന്നേ മടിച്ചു നിൽക്കാതെ മിടുക്കി പ്രാവിൻ നെഞ്ചിൽ മിടിപ്പു പോലെ തുടിച്ചു ചാഞ്ചാടും എന്റെ മനസ്സറിഞ്ഞൂടെ കണ്ണുകളിൽ കുറുമ്പിന്റെ മിന്നലില്ലേ പൂങ്കുയിലായി കുറുകുന്ന പ്രായമല്ലേ മാനത്തെ അമ്പിളിയ നീ ഉദിച്ചില്ലേ മാറത്തെ ചന്ദനമായി നീ തെളിഞ്ഞില്ലേ കളമൊഴി നീ വെറുതെയോ ഈ കവിളിലെ വൈഭവം പിണക്കമാണോ എന്നോടാണോ അടുത്തു വന്നാലും ഒന്നേ മടിച്ചു നിൽക്കാതെ. ഒരുവിധം ഓക്കെ, ലാസ്റ്റ് പാട്ടാണ് മിഥുനത്തിലെ കാനഡ രാഗത്തിലുള്ള ജി ശ്രീകുമാറിന്റെ പാട്ട്. ശൈലമാം പാടിക്കൂ. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൻ നിലാവിൽ ദൂരെയൊരാൾ മരച്ചോട്ടിലിരുന്നു മാരിവിൽ ഗോപുര മാളിക തീർത്തു അതിൽ നാം ഒന്നായി പാടി അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ. ഒരു അത്ര കൂടുതൽ അറിയില്ല. താങ്ക് യു. ഈ പാട്ടുകളിൽ പോയപ്പോ ഒന്ന് ശ്രദ്ധിച്ചില്ലേ നമുക്ക്? സാറേ,
ആ അതിൽ തന്നെ MG രാധാകൃഷ്ണൻ സാറിന്റെ മ്യൂസിക്കിൽ MG ശ്രീകുമാർ സാറ് പാടിയ ഒരു പാട്ടുണ്ടല്ലോ, ഞാറ്റുവേല കിളിയെ. ഞാറ്റുവേല കിളിയെ പഠിക്കും പഠിക്കും പഠിക്കും. ഞാറ്റുവേല കിളിയേ നീ പാട്ടുപാടി വരുമോ, കൊന്ന പൂത്ത വഴിയിൽ പൂ വെള്ള പൂത്ത വയലിൽ കാത്തു നിൽപ്പു ഞാനീ പുത്തിലെഞ്ഞിച്ചോട്ടിൽ തനിയെ. ഞാറ്റുവേല കിളിയേ നീ പാട്ടുപാടി വരുമോ, അണയൂ നീ എന്നമ്പിളി കുളിരു ചൊരിയു മഴയായി വരൂ, മുകിലിൻ ചേലത്തുമ്പിലായി അരിയ കസവു തുന്നിവാ, താഴാമ്പൂവിനുള്ളിൽ താണിറങ്ങും കാറ്റുറങ്ങവേ, താഴാമ്പൂവിനുള്ളിൽ താണിറങ്ങും കാറ്റുറങ്ങവേ, കദളി കുളിർത്തേ തിരികെ ശലഭമിതണിയെ. ഞാറ്റുവേല കിളിയേ നീ പാട്ടുപാടി വരുമോ, കൊന്ന പൂത്ത വഴിയിൽ പൂവെള്ളുമൂത്ത വയലിൽ കാത്തു നിൽപ്പു ഞാനീ പുത്തിലഞ്ഞിച്ചോട്ടിൽ തനിയെ. ഞാറ്റുവേല കിളിയേ. ആവുന്നില്ല, ഞാനിപ്പോ ഇവിടെ എത്തിയതേ ഉള്ളൂ കളത്തില്, യാത്രയിലായിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ഇന്നത്തെ ദിവസം നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ മനോജ് സാറിനെ ഒന്നുകൂടെ വിളിക്കാം. മനോജ് സാറിനെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചോട്ടെ, ഒരു സെക്കൻഡ്. സാർ MG രാധാകൃഷ്ണൻ സാറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് നമുക്ക് ഓർമ്മകൾ ഇപ്പോൾ വെച്ചുകൊണ്ട്. സാറേ, ഞാൻ ഇടയ്ക്ക് ഇവിടെ പവർ ഒന്ന് ട്രിപ്പായി പോയി, അതുകൊണ്ടാണ് ഞാൻ മനസ്സിലായി. സാറേ, MG രാധാകൃഷ്ണനെ കുറിച്ച് എന്താ പറയുക സാർ, അതുപോലൊരു സംഗീത സംവിധായകന് നേരത്തെ ജോസഫ് ജോൺ സാറ് പോലെ സാറ് സംഗീതം കൂടുതൽ ഏറ്റവും നല്ല ലളിതഗാനങ്ങളായിരുന്നല്ലോ ആ കാലത്തൊക്കെ. നമ്മളെപ്പോലുള്ള എത്രയോ പാട്ടുകൾ MG രാധാകൃഷ്ണൻ സാറ് ചെയ്ത അതാണ് സാറിനെ ആക്കിയത്. അതുപോലെ ഈ ക്ലാസിക്കൽ സംഗീതമൊക്കെ പഠിച്ചുകൊണ്ട് അപാര സംഗീത ബോധമായിരുന്നില്ല. അപ്പം കമ്പോസിങ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സാറേ എൻ്റെ ഒരു അനുഭവം പറയും. ഞാൻ കണ്ടിട്ടുണ്ട് ആകാശവാണിയിൽ ഇരുന്ന് പിന്നെ MG രാധാകൃഷ്ണൻ സാർ കമ്പോസ് ചെയ്യുന്നത്. ഒരു ശ്രുതി പോലെ ഒരു എന്തെങ്കിലും ഹാർമോണിയോ കീബോർഡിലോ എന്തെങ്കിലും ഒരു ശ്രുതി പിടിച്ചോണ്ട് പുള്ളിയിൽ ഇങ്ങനെ ഈ കമ്പോസിങ് ഒക്കെ ചെയ്ത സാറേ ഇൻസ്റ്റന്റ് ആണ്. അത് ഇപ്പോൾ ഒരു സംഗതി ഒരു പ്രാവശ്യം ഫിക്സ് ചെയ്താൽ പിന്നെ അടുത്ത പ്രാവശ്യം പാടിയ വേറെ സംഗതികളാവുന്ന അത്രമാത്രം ജ്ഞാനമാണ് സാറിന്. സാറിൻ്റെ പാട്ട് കേട്ടാൽ അറിയാം, അത് എല്ലാം ഈ ക്ലാസിക്കൽ നമ്മുടെ രാഗങ്ങളെ ബേസ് ചെയ്തുള്ള പാട്ടുകളുള്ള എല്ലാ പാട്ടുകളും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ അതുപോലെ മസ്കറ്റിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനൊരു സ്കൂളുണ്ട്. സാറ് മരിക്കുന്നതിന് ഇവിടെ ക്ലാസ് എടുക്കാൻ വരുമായിരുന്നു കുറേ കാലം. അതൊരു ഇപ്പം എൻ്റെ ഫ്രണ്ടിനോട് മിസ് സ്കൂൾ തുടങ്ങിയിട്ട് തന്നെ 10-30 വർഷമായി. അപ്പോൾ അവിടെ സാറ് ക്ലാസ് എടുക്കാൻ വരുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം മസ്കറ്റിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ. പിന്നെ ഒരുപാട് സാറിനെ കുറിച്ച് പറഞ്ഞാലും തീരത്തില്ല. അതുപോലെ യാത്രയിലും പാട്ടാണ്, എവിടെ ഇരുന്നാലും പാട്ടാണ്. അതുപോലെ വലിയൊരു രസികനും കൂടെ ആയിരുന്നു. എല്ലാവരെയും എടാ പോടാന്നൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങനെ വളരെ രസികനായിട്ടുള്ള ഒരു സാറാണ് MG രാധാകൃഷ്ണൻ സാറ്. ശ്രീകുമാരേട്ടൻ അവർക്കെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ഹ്യൂമറും കുറച്ചു നല്ലതായിട്ട് ഉള്ളവരാണ് അവരെല്ലാവരും. ഇപ്പം MG ശ്രീകുമാറിനൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അറിയാമല്ലോ, നല്ല സെൻസാണ്. ഓമനക്കുട്ടി ടീച്ചറിനെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് ട്രോണ്ടത്ത് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ നല്ല ഓർമ്മകളാണ്. ഇപ്പം ജോസഫ് ജോൺ സാറ് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയും ഈ അദ്ദേഹം അന്തരിച്ച ദിവസവും ഈ ജൂലൈയിൽ തന്നെയാണെന്നുള്ളത്. അദ്ദേഹത്തിനെ പോലുള്ള ഒരു മ്യൂസിക് ഡയറക്ടറെ ഓർക്കാനും ഇങ്ങനെ രണ്ട് വാക്കൊക്കെ പറയാനും തന്നെ കിട്ടിയത് എനിക്ക് വേറൊരു ഭാഗ്യമാണെന്ന്. അതിപ്പോൾ ഇന്നത്തെ ഒരു നിമിത്തമായിരിക്കും അതിന് കാരണം, യൂണിവേഴ്സ് തന്നതായിരിക്കാം. എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി സാർ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നടക്കുന്ന ആക്ടിവിറ്റി. പിന്നെ ലാസ്റ്റിൽ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ പാട്ട് പാടാനായിട്ട് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നിൽ നാണമോ അല്ലെങ്കിൽ അത് പാടാനുള്ളൊരു വിമുഖത ഒക്കെ ഉള്ളത്. ഇവിടെ എല്ലാവരും വന്നിട്ട് അതിനകത്ത് ആക്ടിവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കണ്ടപ്പോഴും ഒരു പക്ഷേ സാറിനെ പോലുള്ളവരുടെയൊക്കെ കൂടെ ഇരുന്നുള്ള ക്ലാസ്സുകളായിരിക്കും അങ്ങനെ ഒരു മനസ്സെടുത്തതും. അപ്പോൾ ഇത് വളരെ നല്ല കാര്യമാണ്. പാട്ട് പാടുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ കുഴപ്പം, മറ്റുള്ളവരും പാടിപ്പോകും.
അതെ അതെ അതായത് ആക്റ്റീവ് ഒരു പാർട്ടിസിപ്പേഷൻ ആണല്ലോ സാർ. പിന്നെ ജോസഫ് ജോൺ സാർ പറഞ്ഞു കൊടുക്കുന്ന ഈ പാട്ടിനെ കുറിച്ചുള്ള അതിൻ്റെ മറ്റു തരത്തിലുള്ള അറിവുകൾ, അതാണ് ഇതെങ്ങൊന്നും കിട്ടത്തില്ല സാർ. ഇത് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ സാറ് ഇത്രയും ഇവിടെ ഒന്ന് പറയണമെങ്കിൽ എന്തെല്ലാം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്ത് അതിനൊരു സമയം കണ്ടെത്തി ഡേറ്റകളൊക്കെ ആയിട്ടല്ലേ വരുന്നത്. അപ്പം സാബു സാറും ജോസഫ് ജോൺ സാറും പിന്നെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരും അതിനുള്ള ഒരു മനസ്സുള്ളവരാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതിനെങ്ങനെ കണ്ടിന്യൂ ചെയ്ത് തന്നെ കൊണ്ടുപോകണം. മനുഷ്യരിൽ ഈ അവബോധമൊക്കെ വളരുന്നത് ഇങ്ങനെയാണല്ലോ സാർ. നമുക്കൊക്കെ അറിയാതെ ചില അറിവുകൾ കിട്ടുന്നത് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ദിവസത്തെക്കുറിച്ച് ആലോചിച്ചിട്ട്. ഇത് നടക്കട്ടെ, എല്ലാ ഭാവങ്ങളും നടക്കട്ടെ സാർ. ഇത് നിർത്താതെ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. ഈ ഒരു സാറേ, ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരാളാണ് ഈ ജോർജ് സാറൊക്കെ. ജോർജ് സാറൊക്കെ നല്ല മനോഹരമായിട്ട് പാട്ട് പാടും. ഇത് ധൈര്യത്തോടെ പാടും. കേട്ടില്ലേ, ഒരു പാട്ട് പാടാത്ത കരുതയുണ്ടോ എന്നെങ്ങാണ്ട് ആരോ പാടിയുള്ളൂ. അല്ല, സാറിന്റെ വോയിസ് തന്നെ നല്ല. ജോർജ് സാറിന്റെ വോയിസ് ഇപ്പൊ കേട്ടിട്ട് വോയിസിന് ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് അല്ലേ ജോസഫ് ജോൺ സാറ്? ഒരാൾ പറയുന്നത് കേൾക്കുമ്പോ അറിയാം, വോയിസ് ആണല്ലോ ഏറ്റവും വലുത്. വോയിസ് സാറിന്റെ വോയിസ് ഏറ്റവും നല്ലതാണ്. കേൾക്കുമ്പോ പറഞ്ഞാട്ടെ സാർ, പറഞ്ഞാട്ടെ. സമാപനത്തിലേക്ക് വന്നപ്പോ പെട്ടെന്ന് ഓർക്കുമായിരുന്നു, മനോജ് സാറ് ഇപ്പോഴാണ് അറിയുന്നത് 1200ാമത്തെ ക്ലാസ് ആയിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ പ്രത്യേകം ഒന്ന് അഭിനന്ദിക്കാനായിട്ട് സാബു സാറിനെ ഒന്ന് അഭിനന്ദിക്കണമെന്ന് തോന്നിപ്പോയി അത് പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോ. അതുപോലെ ജോസഫ് ജോൺ സാറും എന്നെ പാട്ടുകാരനാക്കിയത് ജോസഫ് സാറല്ലേ, വേറെ ആരും കേൾക്കില്ല. പിന്നെ എന്റെ കൊച്ചു പോകാൻ കേൾക്കും, അവൻ മാത്രമേ കേൾക്കുള്ളൂ, വേറെ ആരും കേൾക്കൂല. ബരാബര. അവനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടണം. പാട്ട് പാടാൻ ഹലോ. കാണാം, ഇനിയും കാണാം സാർ. ഞാൻ ഇതുപോലെ ഇടയ്ക്ക് ഈ സമയം കിട്ടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് കാണാം. സാബു സാറിനെ അടുത്ത കാലത്താണ് എനിക്ക് വേറൊരാളാണ് സാറിനെ പരിചയപ്പെട്ടതും ഈ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നത്. എല്ലാം നിമിത്തങ്ങളാണ് സാർ. നമ്മൾ അങ്ങനെയാണല്ലോ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പൊ കണ്ടതിൽ സാറേ നമസ്കാരം. ഞാൻ വാസ്തവത്തിന് ഇന്ന് കയറണ്ടെന്ന് ചോദിച്ചാൽ യാത്രയിലായിരുന്നു. ഇപ്പൊ ജസ്റ്റ് 1 മിനിറ്റിൽ എത്തിയതേ ഉള്ളൂ. അപ്പം വരുന്നോണ്ടിരിക്കുമ്പോ തന്നെ സാറിന് എന്താ പറയുക, മ്യൂസിക്കായിട്ട് ബന്ധമുള്ള ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന് പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് സാറേ. കാരണം സാറ് ഓരോ ഇൻസ്ട്രുമെന്റും എല്ലാം പറയുമ്പോ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ സാറ് പറയുമ്പോ അത് നമുക്ക് മനസ്സിലായി സാറേ. അതേ വേണം. ഞങ്ങളെ പോലുള്ളവരെന്ന് പറയാല്, ഞങ്ങള് ഓർക്കസ്ട്ര പ്ലേ ചെയ്യുന്നവരെന്ന് പറഞ്ഞാല് മ്യൂസീഷ്യൻസിന്റെ കൂടെയാണ് ഞാൻ അതുകൊണ്ട് തന്നെ മ്യൂസീഷ്യൻസിന്റെ കൂടെ ഉണ്ട് ഉറങ്ങിയ ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ. ധാരാളം യാത്രകള്, അതുപോലെ ഒരുപാട് റെക്കോർഡിംഗ് അനുഭവങ്ങൾ, സ്റ്റേജില് ഉള്ള അനുഭവങ്ങൾ, ഇതൊക്കെ ഒരു വലിയ അനുഭവമാണ്. അപ്പൊ അതൊക്കെ ഇപ്പൊ ആക്റ്റീവായിട്ട് ചെയ്തില്ല, ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ 88 നാട് വിട്ടോളാം, പ്രവാസിയാണെന്ന്. 88 വരെ മ്യൂസിക് ആയിരുന്നു എൻ്റെ ലൈഫും. എൻ്റെ ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ ഞാൻ ദുബായിൽ വന്നിട്ട് അവിടെയുള്ള ഓർക്കസ്ട്രകളിലും 2010 വരെ ഞാൻ അവിടെ വായിക്കുമായിരുന്നു മാഡം. ദുബായിലായിരുന്നു. എല്ലാ ഗൾഫ് കൺട്രിയിലും ഞാൻ ഈ ജയചന്ദ്രൻ്റെ കൂടെ ഒക്കെ ഞാൻ 88 ഞാൻ എല്ലാ ഗൾഫ് കൺട്രിയിലും അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ എല്ലാ അന്ന് പരിപാടിക്ക് കോഗോ ഡ്രം ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു ടീം ഉണ്ടായിരുന്നു. അങ്ങനെ ഓർമ്മകൾ ഒരുപാടാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ അയവിറക്കാനും ഒരു സന്ദർഭമായി സാബു സാർ. ശരിക്കും സാബു സാർ ചെയ്യുന്ന ഈ നല്ല പ്രവർത്തനം, കാരണം പാട്ട് പാടാൻ അറിയാത്ത നമ്മളെ പോലെയുള്ള ആൾക്കാരെ കൊണ്ട് പാട്ട് പാടിക്കാൻ, ക്ലാസ് എടുക്കാൻ കുറച്ചെങ്കിലും അറിയുന്ന എല്ലാവരെ കൊണ്ട് എല്ലാ ക്ലാസ്സും എടുപ്പിക്കുക, അവരെ എല്ലാരും അതിന് അറ്റൻഡ് ചെയ്യിക്കുക എന്നുള്ളത് ശരിക്കും ബിഗ് സല്യൂട്ട്. അതിനാണ് സാറിനെയാണ് സല്യൂട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള. പിന്നെ നിങ്ങളെ പോലുള്ളവർക്ക് കാണാൻ തന്നെ ഒരു പ്ലാറ്റ്ഫോം, നമ്മളൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള വളരെ വ്യക്തിത്വങ്ങളെ അറിയുക, കാണുക, 2 വാക്ക് സംസാരിക്കുക, ഇതിൽ തന്നെ കൂടെ ഒരു എനർജിയാണ് സാറൊക്കെ പാസ് ചെയ്യുന്നത് നമുക്ക്. ശരിക്കും ജോസഫ് സാറല്ല ഓരോ ആഴ്ചയിലും പാട്ടിനെ പറ്റി ആദ്യമുള്ള ആമുഖം ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മൾ വായിക്കാൻ മടിക്കും ആൾക്കാര്. പക്ഷെ ഇത് നമ്മൾ പറയുന്ന കേൾക്കുമ്പോ ശ്രദ്ധിക്കും. കറക്റ്റ് ആണ് സാറിന്. അത് എന്റെ റൂട്ടിലോട്ട് പോകുമ്പോഴേ അല്ല ഈ ഒരു അറിവും
ഇങ്ങനത്തെ ഒരു ക്ലാസ് വേറെ എങ്ങൊന്നും പോയി യെസ് പഠിക്കാൻ ഒരു യൂണിവേഴ്സിറ്റി പോലും കിട്ടില്ല സാർ. ഇല്ല എവിടുന്നാ ഇല്ല കിട്ടുന്ന? ഇല്ല ആരാ ഇല്ല പഠിപ്പിക്കുന്നത്? ശരിക്കും സാറേ അതാണ് ശരിക്കും ജോസഫ് സാർ, ജോൺ സാർ ചെയ്യുന്നത്. ഇത് യെസ് ഗ്രേറ്റ് നോളജ്, ഷെയറിംഗ് നോളജ്. യെസ് യു ആർ ഇമ്പാർട്ടിങ്, യെസ് യു ആർ എംപവറിംഗ് പീപ്പിൾ. കറക്റ്റ് അപ്പം കറക്റ്റ് അതാണ് വലിയ കാര്യമാണ് സാർ. അതിപ്പോ ഇങ്ങനെ ഓക്കെ സാർ നടക്കട്ടെ. താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് നാളത്തെ നമ്മുടെ ക്ലാസ് യോഗയിലാണ്. യോഗ, സ്പോർട്സ് യോഗ, ആഹാ. മൈക്രോ യോഗയാണ്. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ക്ലാസ് എടുക്കുന്നത്. ശരി സ്പോർട്സ് ശരി. യോഗയുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആ അവാർഡുകൾ, ഒത്തിരി ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ആഹാ. ഷാമിൽ മോൻ എന്നാണ് പേര്. ഓക്കെ, ഓക്കെ അപ്പൊ ഓക്കെ. നാളെ കാണാം. ഓക്കെ, ആയിക്കോ സാർ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ജോസഫ് ജോൺ സാറിന് പ്രത്യേകിച്ച് ഒരു ഞാൻ നമസ്കാരം ഒരിക്കൽ കൂടി. ഒരിക്കൽ കൂടി സാറിന് നന്ദി പറയുന്നു. ഞാൻ ഈ സാബു സാറിന്റെ തണലിൽ ഇങ്ങനെ കണ്ടെത്തിയതാണ്. ഓക്കെ, വേണമെങ്കിൽ നല്ലൊരു ഗായകനാകാം അല്ലെ? ഇതുപോലത്തെ അവസരങ്ങളൊന്നും ആർക്കും കിട്ടാറില്ല. ജി രാധാകൃഷ്ണൻ സാറിനെ അനുസ്മരിക്കാൻ നമുക്ക് സാധിച്ചു. ഈ തീർച്ചയായിട്ടും. പാട്ടുകളിലൂടെ കടന്നുപോയപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചില്ലേ, നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന പാട്ടുകളാണ്. ആ രീതിയിലാണ് അദ്ദേഹം അതെ ചിട്ടപ്പെടുന്നത്. അതെ അതെ ഹൃദയത്തിൽ അതെ 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 ഒന്നും മാറ്റി നിർത്താനില്ല. പിന്നെ അതെ. മലയാള ചലച്ചിത്ര ഗാന രംഗത്ത് ഒത്തിരി അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് HGR. നമുക്ക് അദ്ദേഹത്തിന്റെ കഴിവുകൾ നമുക്ക് എടുക്കുവാനുള്ള അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ല എന്നതാണ് ഒരു നഗ്നസത്യം, ഒരു അപ്പൊ ദുഃഖസത്യം. സാർ ഈ പറഞ്ഞതിന്റെ കൂടെ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് രാധാകൃഷ്ണൻ ചേട്ടനെ അറിയാണ്ട്. സാർ ഈ പറഞ്ഞ അവസരങ്ങളൊക്കെ തേടി ആരുടെ അടുത്തും അങ്ങനെ പോകുന്ന അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ. പക്ഷേ ഈ പറഞ്ഞ സാറിനെ രാധാകൃഷ്ണൻ ചേട്ടനെ അറിയാവുന്നവർക്ക് അറിയാം. അതുപോലെ സാറ് രാധാകൃഷ്ണൻ ചേട്ടന്റെ ഈ റീമ്യൂസിക് കേട്ടല്ലോ, ഫിലിമിലെ റീമ്യൂസിക്, അത് ഞാൻ കണ്ടിട്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലൊക്കെ ഡയറക്ടർമാർ എന്ന് പറഞ്ഞാൽ അപ്പൻ നൊട്ടേഷൻ എഴുതി വയലിനിസ്റ്റുകൾക്ക് കൊടുക്കും, ഫ്ലൂട്ടിസ്റ്റുകൾക്ക് കൊടുക്കും. അതൊക്കെ ഇൻസ്റ്റന്റ് ആണ്. രാധാകൃഷ്ണൻ ചേട്ടന് സംഗീതമാണ് മനസ്സിൽ. റീമ്യൂസിക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പടത്തിന് സാബു സാറെ. അത് കേൾക്കണം. അത് ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഡയറക്ടർ എന്ത് കാര്യം ഉദ്ദേശിക്കുന്നു, അത് രാധാകൃഷ്ണൻ ചേട്ടന്റെ പണ്ട് ഭരതൻ സാർ ചേട്ടൻ്റെയൊക്കെ പടം കണ്ടറിയാം. ഈ തകരമാറിലൊക്കെ എൻ്റെ റീമ്യൂസിക് പോലും ജോൺസൺ മാസ്റ്റർ പുള്ളി അസിസ്റ്റ് ചെയ്യുമായിരുന്നു. നമ്മുടെ മോഹൻ സിത്താർ അസിസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പം അതേ ഒരു വലിയ പ്രതിഭ തന്നെയാണ് തീർച്ചയായിട്ടും. എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന അവരുടെ തമ്മിലുള്ള കോമ്പിനേഷൻ ഭയങ്കര ഇഫക്റ്റീവ് ആയിരുന്നു അല്ലേ? അതെ 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 അതെ. അവിടെയാണ് നമ്മളൊക്കെ മനസ്സിൽ നിൽക്കുന്നത്. ഇപ്പൊ എം ജി ശ്രീകുമാർ പാട്ട് പാടുന്നതാണെങ്കിൽ പോലും ആ പാട്ടിന്റെ ഇപ്പൊ ഇന്ന് 23 പാട്ടുകളാണ് ഞാൻ ഇന്ന് എഴുതിയതിൻ്റെ അകത്ത്. സാധാരണ നമ്മൾ 10 പാട്ടുകളെ എഴുതാറുള്ളൂ. പക്ഷെ ഏതൊരു പാട്ട് എടുക്കുമ്പോഴും അത് വേണ്ട, അയ്യോ സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിൽ തോന്നുക. പിന്നെ അങ്ങനെ അതെ അതെ അതെ. പിന്നെ പൂവച്ചൽ ഖാദർ ഒരുപാട് വരികൾ എഴുതിയിട്ടുണ്ട് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ സംഗീതം. അതും നല്ല വരികളുമാണ്. സംഗീതത്തിന്റെ ഭംഗിയത് കാര്യം. അന്നൊക്കെ ജോസഫ് ജോൺ സാറ് ലിറിക്സ് എഴുതിയിട്ടായിരുന്നില്ല കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ ആ വരികളുടെ ഭംഗി ചോരാതെ സംഗീതം കൊടുക്കാൻ എം ജി രാധാകൃഷ്ണൻ ചേട്ടനെ പോലൊക്കെ ഉള്ളവരാണ് അന്നത്തെ മ്യൂസിക് ഡയറക്ടർ. ശരി, ഇന്ന് ഒരു ട്യൂൺ ഉണ്ടാക്കി, ഒരു ലൂപ്പ് ഉണ്ടാക്കിയിട്ട് അത് റഫീഖ് അഹമ്മദിനെ പോലുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് അവരുടെ മനസ്സിൽ വരുന്നതാണ് വരികൾ. അത് പണ്ടതായിരുന്നു. വരികൾ എഴുതി കമ്പോസ് ചെയ്യുന്നതിൻ്റെ പ്രത്യേക സുഖവും ഒരു വരി പോലും ആ നോട്ട്, അതിന് മീറ്റർ എന്ന് പറയില്ല സാറേ, ആ പാട്ടിന്റെ താളം വെക്കുന്നു. ആ മീറ്ററിൽ നിന്ന് എഴുതി ഒരു ജമ്പിങ്ങും ഇല്ലാതെ കമ്പോസ് ചെയ്യുന്ന കൂട്ടത്തിലൊക്കെയാണ് ഹൃദയത്തിലുണ്ട് എപ്പോഴും ഈ പാട്ടുകൾ നമ്മൾ ഇങ്ങനെ മുഴങ്ങും അല്ലെ? അദ്വൈതത്തിലേക്ക് പാട്ടുകൾ, ഉണ്ണിക്കണ്ണനെയൊക്കെ അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 എപ്പിസോഡിനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പറഞ്ഞിട്ടും നമുക്ക് ലാസ്റ്റ് ശരി സാർ. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. ടേക്ക് കെയർ. ബൈ. നന്ദി.